എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ്. എന്താ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാമോ? ഞാൻ പറയുന്നു ചിലപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അതാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്തൃപ്രാർത്ഥന എന്നും പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് വേദപുസ്തകത്തിൽ, ഇല്ലേ? കർത്തൃപ്രാർത്ഥന അത് ചൊല്ലിയിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പണ്ടൊക്കെ പള്ളിയിൽ ആയിരുന്നു, ചൊല്ലിയിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ചൊല്ലിയിട്ടുണ്ടെന്നറിയില്ല. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ബാക്കിയൊന്ന് പറഞ്ഞ്, നിൻ്റെ നാമം, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ബാക്കി. നമ്മളതെല്ലാം വിട്ടേച്ച് വന്നാണെങ്കിലും ഒരു വെടിക്കുള്ള മരുന്ന് ഇപ്പോഴും കയ്യിലുണ്ടെന്ന് മനസ്സിലായി, അല്ലേ? വേണമെങ്കിൽ ഇതൊക്കെ ചകഞ്ഞു പെറുക്കിയെടുക്കാം. കർത്തൃപ്രാർത്ഥന ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഒരു പ്രാർത്ഥനയും ചൊല്ലാൻ യേശു പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതാണ്. എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് ചൊല്ലിയാൽ എന്താ കുഴപ്പമെന്ന്. അത് ചൊല്ലിയ പ്രാർത്ഥന പഠിക്കില്ല, അതാണ് എൻ്റെ കുഴപ്പം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. 8 മണിക്ക് മറ്റു പറമ്പിൽ പണിക്ക് പോകാനായിട്ടിരിക്കുന്ന അപ്പൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന മോനോട് അവൻ്റെ അമ്മ പറഞ്ഞു, എടാ, അപ്പൻ പറമ്പിൽ കപ്പയ്ക്ക് കിളയ്ക്കുന്നു. കപ്പ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരച്ചീനി. കപ്പയ്ക്കുള്ള പേര് പോലെ നാട്ടിൽ വേറെ ഒന്നിനും പേരില്ല. ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോ പേര്. അപ്പോൾ അവൻ ചെന്നിട്ട് അപ്പനോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ മരച്ചീനിക്ക് കൂന കൂട്ടാന്ന് പറഞ്ഞ് കൂമ്പല് കൂട്ടാനായിട്ട്. അപ്പോൾ അപ്പൻ ഒരു കൂന കൂട്ടി, കപ്പ അത് നടാനുള്ള, കൊള്ളി നടാനുള്ള ഒരു കൂന കൂട്ടി. ആ തൂമ്പ അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ കൂട്ടാൻ പറഞ്ഞു. അപ്പൻ വേറെ പറമ്പിൽ പണിക്ക് പോയി. വൈകിട്ട് വന്നപ്പോൾ ചോദിച്ചു, മകൻ എന്തി? പറഞ്ഞു, അവൻ പറമ്പിൽ നിന്ന് കയറിയിട്ടില്ല, നിങ്ങൾ കൊടുത്ത പണി ഉത്സാഹത്തോടെ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ചായ എടുത്തു പോയി, ഞാനിപ്പോൾ വരാം. അപ്പൻ പറമ്പിലോട്ട് ചെന്നപ്പം പറമ്പില്ല അവിടെ, പറമ്പ് അവിടെ ഇല്ല. ഒരു കഥ സമാഹാരമാണ്. പകരം മലയാറ്റൂർ മലകണക്ക് ഒരു കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെന്ന് നോക്കിയപ്പം അവനിങ്ങനെ തൂമ്പത്തോളത്തെ കൈവച്ച് ഇങ്ങനെ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തുവാന്ന് ചോദിച്ചു. അല്ല, ഇതിൻ്റെ പുറത്ത് ഇനി എങ്ങനെ മണ്ണിടും, അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അപ്പൻ കൂട്ടി കാണിച്ചു കൊടുത്ത ആ കൂനയുടെ പുറത്തോട്ടാണ് ഇവൻ രാവിലെ ഒരു വൈകുന്നേരം വരെ മണ്ണിട്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പുറത്തോട്ട് മണ്ണിടാനാണോ പറഞ്ഞത്? അല്ല, ഇതുപോലെ വേറെ ഒരെണ്ണം കൂട്ടാനാണ് പറഞ്ഞത്. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാം അത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പട്ടത്തെ സ്വഭക്കാരെന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ പുറത്തോട്ട് മണ്ണിടുന്നു. അതുകൊണ്ട് അവർ കൂന കൂട്ടാൻ പഠിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥന അറിയാം, പക്ഷേ എന്ത് പ്രാർത്ഥിക്കണമെന്നും അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അറിയത്തില്ല. അത് വേറെ കാര്യം. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഒരു 4 ദിവസം നിരന്തരമായിട്ട്, 4 എന്ന് പറഞ്ഞാൽ 8 സെഷൻ, 8 എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ട്. നമ്മുടെ MA വർഗീസ് പാസ്റ്റർ ചർച്ചിൽ ഈ വിഷയം അവിടെ ക്ലാസ് എടുക്കുന്നത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം. ഇപ്പം ഞാനവിടെ ചെന്നപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞൊരു ക്ലാസ് എടുത്താൽ മതി, ഇവിടെ ഇഷ്ടംപോലെ പ്രസംഗം കേൾക്കുന്നുണ്ട്, ക്ലാസ് എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടുക്കാം. 4 ദിവസം ക്ലാസ് എടുത്തു, ഈ ഒറ്റ വിഷയം. അപ്പം നിങ്ങൾക്കിത് യൂട്യൂബിൽ കിട്ടും. ഞാൻ ഈ പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം, ബേഥേൽ ചർച്ച്, ബാംഗ്ലൂർ. അപ്പം ഞാനൊരു ഭാഗം പറയുകയാണ്. കർത്തൃ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ചൊല്ലിയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ആ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം ശരിക്കും ഈ കൈ പൊക്കുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പിടിച്ചൊന്നും പറഞ്ഞ് കൈ പൊക്കരുത്, തലയ്ക്ക് മീതെ കൈ പൊങ്ങണം. അതാണ് കൈപൊക്കിക്ക്. ചൊല്ലിയിട്ടുള്ളവർ ഇത്രയും പേരുള്ളൂ, ബാക്കി ആരും ചൊല്ലിയിട്ടില്ല. ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്തൃ പ്രാർത്ഥനയിൽ എത്ര പ്രാർത്ഥനയുണ്ടെന്ന് അറിയാവുന്നൊരു കൈപൊക്കിക്ക് ഉണ്ടോ? അപ്പം ചൊല്ലിയിട്ട് കാര്യമില്ലാന്നപ്പോൾ മനസ്സിലായില്ലേ? കർത്തൃ പ്രാർത്ഥന വലിയ തിസീസല്ല, ചെറിയൊരു പാരഗ്രാഫ്, ഒരു ചെറിയ പാരഗ്രാഫ്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ കർത്തൃ പ്രാർത്ഥനയിൽ എത്ര പ്രാർത്ഥന വിഷയമുണ്ടെന്നറിയാമോ? ഇതാണ് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മളിതൊന്നും പഠിക്കാൻ നിൽക്കുകയില്ല, പ്രസംഗം കേൾക്കാൻ നിൽക്കുകയാണ്. എനിക്ക് ബൈബിൾ കോളേജുണ്ട്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനെക്കുറിച്ച് പറയാം, 5 മിനിറ്റ് പോണേ പോട്ടെ. മാസത്തിൽ 3 ദിവസം മാത്രമേ ക്ലാസ് ഉള്ളൂ. നിലമ്പൂരിലാണ് ക്ലാസ്. വന്ന് പഠിക്കണം. അപ്പം തന്നെ തീരുമാനമായല്ലോ അല്ലേ? ഞങ്ങളുടെ സഭയെ ക്ലാസ് വെച്ചാൽ ഞങ്ങൾ പോവുകയില്ല, പിന്നെയാണ് നിലമ്പൂരിൽ. അങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ 20 കൺവെൻഷൻ പ്രസംഗരാണ് അവിടെ പഠിപ്പിക്കുന്നത്. കേരളത്തിൽ ചാണ്ടപ്പിള്ള ഫിലിപ്പ് മുതൽ കഴിഞ്ഞ ആഴ്ചയിൽ അനിൽ കൊടിത്തോട്ടം, നിങ്ങളുടെ അടുത്ത് നാളെ പ്രസംഗിക്കാൻ വരുന്ന പാസ്റ്ററടക്കം. 4 സുവിശേഷങ്ങൾ ഒരാളെടുക്കുന്നു, അപ്പോസ്തലപ്രവൃത്തികൾ, റോമാലേഖനം, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ TD ബാബു, എബി എബ്രഹാം, എബി ഐരൂര്, സാജു ജോസഫ് തുടങ്ങി 20 കൺവെൻഷൻ പ്രസംഗർ. നിങ്ങൾ ആരുടെ പേര് പറഞ്ഞാലും അതവിടെ ഉണ്ടാവും. TJ ശംഭൂൽ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. 1 രൂപ പോലും ഫീസ് വാങ്ങുന്നില്ല. ഞാൻ 1 രൂപ പോലും ഫീസ് വാങ്ങുന്നില്ല. അയാട്ടയുടെ അംഗീകാരമുള്ള BTHൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. 10ൽ ജയിച്ചവർക്ക്, തോറ്റവർക്ക് GTH. ഇപ്പോൾ MD സ്റ്റാർട്ട് ചെയ്തു. മാസത്തിൽ 3 ദിവസം അവിടെ വരണം. അത് 2.5 ദിവസമുള്ളൂ, തിങ്കൾ ചൊവ്വ ബുധൻ. മാസത്തിൽ 3, ആഴ്ചയിലല്ല, മാസത്തിൽ തിങ്കൾ ചൊവ്വ ബുധൻ. ഇപ്പം നിങ്ങൾ എന്തിക്കും അവിടെ ആരെങ്കിലും വരുമോ? ഞങ്ങളുടെ കോളേജിൽ കിടക്കാൻ സ്ഥലമില്ല. കേരളത്തിൽ എവിടെ ചെന്നാലും കിടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമാണ്. കോളേജൊക്കെ അടച്ച പൂട്ട്, ആളില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കോളേജിൽ കിടക്കാൻ സ്ഥലമില്ല. ഇതുപോലെ മനോഹരമായൊരു ബിൽഡിംഗ് ഞാൻ 24 ലക്ഷം രൂപയ്ക്ക് ബൈബിൾ ക്ലാസ്സിന് വേണ്ടി മാത്രം പണിതു. AC-യൊക്കെ ഫിറ്റ് ചെയ്ത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി സെപ്പറേറ്റ് സ്ഥലങ്ങളൊക്കെ പണിതു. കഴിഞ്ഞ വർഷമാണ് ആദ്യത്തെ ബാച്ച്. ഞാൻ 50 പേർക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. 80 പേര് ഗ്രാജുവേറ്റ് ചെയ്തു. ഇപ്പോൾ പഠിക്കുന്ന 160 പേരാണ്. 160. തിരുവനന്തപുരത്ത് 7 പേരുണ്ട്. ഏറ്റവും സുഖം തിരുവനന്തപുരത്തുകാർക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഇവിടുന്ന് ഒരു ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് നിലമ്പൂർക്ക് ഞങ്ങൾ മേടിച്ചിട്ടിട്ടുണ്ട്. ഒരു ട്രെയിൻ അതിനകത്ത് കയറി കിടന്നാൽ സുഖമായിട്ട് അവിടെ എത്താം. ഏറ്റവും പൈസ കുറവ് അവർക്കാണ്. കണ്ണൂർ, കാസർഗോഡ്, കൊട്ടാരക്കര നിന്ന് വരുന്നവർക്ക് പൈസ കൂടുതലാണ്, കാരണം ട്രെയിനില്ല അവർക്ക്. ഇവിടുന്ന് വരുന്നവർക്ക് ട്രെയിനിൽ കയറി കിടക്കാൻ നേരം വെളുത്ത വണ്ടി നിലമ്പൂരെത്തും. ബുധനാഴ്ച വൈകിട്ട് വണ്ടി കയറിക്കാൻ നേരം വെളുത്ത്. ഒരു പൈസ പോലും ചിലവില്ല. വേറെ എന്നുവെച്ചാൽ കാപ്പി കുടിക്കാനൊന്നും പൈസ വേണ്ട, ട്രെയിനിൻ്റെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ, സ്ലീപ്പർ ക്ലാസ്. ആരാ പഠിക്കുന്നറിയാമോ? ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് ഒരപ്പച്ചനും അമ്മച്ചും വരുന്നുണ്ട്. 80 വയസ്സും 78 വയസ്സും. കാട്ടാക്കടയിൽ നിന്നൊരു പാസ്റ്ററും ഭാര്യയും വരുന്നു. അപ്പം നിങ്ങൾക്ക് അത്രയും പ്രായമുണ്ടോ? അതാണ്. ഏറ്റവും താഴേക്കിടയിൽ റബ്ബർ വെട്ടുകാർ, പപ്പടം കച്ചവടം ചെയ്യുന്നവർ, മീൻപിടുത്തക്കാർ ഒക്കെ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. GST ഓഫീസറും കോട്ടയത്തെ DYSP അടക്കമുള്ളവരും അവിടുത്തെ വിദ്യാർത്ഥികളാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം ഈ കാര്യം. നിങ്ങളിങ്ങനെ വാർദ്ധക്യത്തിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, പിള്ളേരൊക്കെ വിദേശത്തായിരിക്കുമല്ലോ, നിങ്ങൾ മാസത്തിൽ 3 ദിവസം 500 കൊടുത്താൽ വന്ന് പോകാം. ഈ ക്ലാസ്സിന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം. ബെസ്റ്റ് ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സിലൂടെയാണ് ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ വന്ന് ഞങ്ങൾ വിശ്വാസികൾക്കിടയിലും ഭാഷമാർക്കിടയിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി തെറ്റിദ്ധാരണകൾ തിരുത്തി. ഇപ്പോൾ 1-2 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ ആളുകൾ സ്ഥിരമായിട്ട് പറയുന്ന കുറച്ച് തെറ്റായ കുറേ വാക്കുകൾ അല്ലേ? എന്തോരം കുറേ ഉണ്ട്. 100, 101, 110ഓളം തെറ്റ് വാക്കുകളുണ്ട്. എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് പോകാൻ നേരത്ത് പറയുന്നത് കേൾക്കാം, ആമേൻ കർത്താവായ യേശുവേ. അങ്ങനെ ബൈബിളിലുണ്ടോ? സത്യം പറ. ഇല്ല. ഇപ്പം നിങ്ങൾക്ക് സംശയമാവും. ഇപ്പം തുറക്കാൻ തോന്നുക, തുറക്കൊന്നും വേണ്ട, ഇത് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഞാനിവിടെ ഉണ്ട് ഉച്ച കഴിഞ്ഞ്. ആമേൻ കർത്താവായ യേശുവേ. അങ്ങനെ ഇല്ലെന്നേ. ആമേൻ കർത്താവായ യേശുവേ വരയണമേ, അത്രയേ ഉള്ളൂ. വേഗം ആരിട്ടതാ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ടതാ. ഇതാ ഞാൻ വേഗം വരുന്നത് യേശു പറഞ്ഞു. അങ്ങനെ ദൂരത്തിൽ നിങ്ങളുടെ കാര്യം പോട്ടെ, പാസ്റ്റർമാർ പറ തെറ്റുകൾ.
2 3 പേര് എൻ്റെ നാമത്തിൽ, അങ്ങനെ ബൈബിളിലുണ്ടോ? ഇല്ലെന്നേ. ചുമ്മാ നമ്മൾ വേണ്ടാത്തൊക്കെ പറഞ്ഞു നടക്കുക. ഇതൊന്നും നമ്മൾ ആൾ തിരുത്തുകയില്ല. ചിലതൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ കൊല്ലാൻ വരെ ആളുകൾ. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി, അങ്ങനെയുണ്ടോ ബൈബിളിൽ? ഒന്ന് കാണിച്ചു തരണേ. അങ്ങനെയുണ്ടോ? സത്യം പറ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? നോക്കണ്ട. അങ്ങനൊന്നും ഇല്ലെന്നേ. ഞാൻ 15ാമത്തെ പ്രാവശ്യമാണ് വായിക്കുന്നത്. പക്ഷേ ഇത് സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനൊന്നും ഇല്ല. എന്നാലും എൻ്റെ സംശയം തീരുന്നില്ല. നോക്കിയിട്ടേ ഉള്ള ഇത് ആകെപ്പാടെ പ്രശ്നമായി. അങ്ങനൊന്നും ഇല്ല. അപ്പോൾ നമ്മളിതുപോലെ ഒത്തിരി കാര്യങ്ങൾ, ഇതൊക്കെ മിസ്റ്റേക്കുകളാണെന്നല്ല, അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, കർത്തൃമേശ നടത്തുമ്പം ഈ അപ്പത്തെ വാഴ്ത്തി നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ എന്നാ തെറ്റാണ്? എവിടെയെങ്കിലും ഉണ്ടോ അപ്പത്തെ വാഴ്ത്തണമെന്ന്? അപ്പത്തെ വാഴ്ത്തുമ്പോൾ അപ്പം എന്തായിട്ട് മാറും? യേശുവിൻ്റെ ശരീരമായിട്ട് മാറും. അങ്ങനെ മാറുമോ? ഇല്ല. അങ്ങനെ മാറിയാൽ കത്തോലിക്കയുടെ ഉപദേശമായില്ലേ? വസ്തുമാറ്റ ഉപദേശമായില്ലേ? അപ്പത്തെ അല്ല വാഴ്ത്തുന്നത്. ആരെ വാഴ്ത്തുന്നത്? അപ്പം എടുത്തു, ഒരു കോമയുണ്ട് അവിടെ, അത് മലയാളം ബൈബിളില്ല, അതാണ് പ്രശ്നം. ദൈവത്തെ വാഴ്ത്തി എന്നാണ്. അപ്പം ആരെയാ വാഴ്ത്തുന്നത്? ഈ മൈക്കിനെ വാഴ്ത്താൻ പറ്റുമോ? ഈ മൈക്ക് നമുക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു തരാൻ വാഴ്ത്താൻ പറ്റുമോ? അപ്പം എടുത്തു, ദൈവത്തെ വാഴ്ത്തി തുടങ്ങി. വീഞ്ഞെടുത്തു, ദൈവത്തെ വാഴ്ത്തി തുടങ്ങി. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനൊക്കെയാണ് നമ്മൾ ഈ വേദോസമൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം പഠിച്ചവരല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഇതുപോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്കും ചിലപ്പോൾ മാറ്റം വരും. നമുക്കൊരു വാക്യം വായിക്കാം. കർത്തൃ പ്രാർത്ഥനയിൽ എത്ര പ്രാർത്ഥനയുണ്ട്? കർത്തൃ പ്രാർത്ഥന 6. നിങ്ങൾ ഇച്ചിരി അകലമാണ് ഇരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നൊന്ന് ചിന്തിച്ചതാണ്. ഈ മേശ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വരാത്തത്. കർത്തൃ പ്രാർത്ഥനയിൽ എത്ര എണ്ണമുണ്ട്? 6 എണ്ണം. നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടും, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം 3 എണ്ണമായി. ഇത് 3ഉം ദൈവത്തിനുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. 1 മണിക്കൂർ, ഞാൻ 1.5 മണിക്കൂറുണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 1 മണിക്കൂറേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഷോർട്ടാക്കുകയാണ്. ഇത് 3ഉം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് നിൻ്റെ നാമം, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം. അപ്പോൾ അതിനകത്ത് ഞാനുണ്ടോ? അതിനകത്ത് ഞാനുണ്ടോ? ഇല്ല അല്ലേ? ഉണ്ട്. എപ്പോഴാണ് ഞാൻ ഇല്ലാതാകുന്നത്? ദൈവമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ അതിൽ ഞാനില്ല. പക്ഷെ കർത്താവിൻ്റെ മണവാട്ടിയായി മാറിക്കഴിഞ്ഞാൽ അതിൽ ഞാനുണ്ട്. എന്താ കാര്യം? ഭർത്താവിനുള്ളതെല്ലാം ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. നിൻ്റെ നാമം എവിടെ വിശുദ്ധീകരിക്കപ്പെടണം? നമ്മിൽ വിശുദ്ധീകരിക്കപ്പെടണം. നിൻ്റെ രാജ്യം എവിടെ വരണം? നമ്മിൽ വരണം. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗേറ്റിൽ, കല്ലിൽ, മരത്തിൽ, അവനോ നമ്മിൽ വെളിപ്പെടണമെന്നല്ലേ? ഇൻക്ലൂഡഡ് ആണ് നമ്മളവിടെ. രണ്ടും കൂടെ ഒന്നാണ്. അത് ഞാൻ വിട്ടു. ആകെയുള്ള 6 പ്രാർത്ഥനകളിൽ 3 എണ്ണം ദൈവത്തിനുള്ളതാണ്. ബാക്കി 3 എണ്ണമാണ് നമുക്കുള്ളത്. ആ 3 എണ്ണം ഏതെന്നറിയാമോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പഠിച്ചില്ലയോ ഇത്ര നാളായിട്ട്? അടുത്തെന്തുവാ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. അടുത്തെന്തുവാ? പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. കത്തോലിക്കരത് 2 ആക്കി. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് 1 ദുഷ്ടം കൂടി. അപ്പോൾ 7 ഉണ്ടാവും. 6 ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കണം നിങ്ങൾ. കർത്തൃ പ്രാർത്ഥനയിൽ എത്രയേ ഉള്ളൂ? ശരിക്കൊന്ന് പാസ്വേജിലെ വാ തുറന്ന് പറഞ്ഞ് 6. അതിൽ 3 എണ്ണം ആർക്കുള്ളതാ? ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളത്. അടുത്ത 3 എണ്ണം ആർക്കുള്ളതാ? നമുക്കുള്ളത്. അതിനെ 3 ആയിട്ട് തിരിക്കാം. നമുക്കുള്ളതിനെ 3 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ. ഞങ്ങളുടെ കടക്കാർ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ സാമൂഹിക ആവശ്യങ്ങൾ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, നമ്മുടെ ആത്മീക ആവശ്യങ്ങൾ.
നമുക്കുള്ള 3 ആവശ്യങ്ങളെ 3ആയിട്ട് തിരിക്കുന്നു. 1 ഭൗതികം, 2 സാമൂഹികം, 3 ആത്മീകം. എന്തുകൊണ്ടാണ് ആദ്യത്തെ 3 ആവശ്യങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പോകാൻ കാരണം? നമ്മൾ അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. നമ്മൾ നമുക്കുള്ളതെല്ലാം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കാര്യം വല്ലതും പറയുന്നത്. അങ്ങനല്ലേ? പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? പ്രകർഷേന അർത്ഥന. സംസ്കൃത വാക്ക, മലയാളത്തിൽ വഴി പോലെ യാചിക്കുക എന്നാണ്. ഇപ്പം ഇതൊരു വഴിയാണ്, ഈ റെഡ് കാർപ്പറ്റ്. വഴി തെറ്റിയാലോ 1-ാം സ്ഥാനത്തെത്താം, പക്ഷേ സമ്മാനമൊന്നും കിട്ടില്ല. ഇതുപോലെ തെറ്റിയ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരമില്ല. അതാണ് പല പ്രാർത്ഥനകൾക്കും ഉത്തരമില്ല. നമ്മളെ ആയിരിക്കും ദൈവം അങ്ങനെയല്ല, തെറ്റായ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല. അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങൾ ദൈവം എടുക്കാൻ കാര്യം എന്താ? ഉത്തരം. നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ ഫീസ് അടച്ചിട്ടില്ല, വാടക കൊടുത്തിട്ടില്ല, കൊച്ചിൻ്റെ കാര്യം, കൊച്ചിനെ കെട്ടിക്കുന്ന കാര്യം, അച്ചായൻ ഗൾഫിൽ ഇട്ടിട്ട് ശരിയായിട്ടില്ല, 100 കൂട്ടം കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങളാണ്. അതുമായിട്ട് വന്നിരിക്കുമ്പോൾ ദൈവം പറയാണ്, അത് പിന്നെ പ്രാർത്ഥിച്ചാൽ മതി, നിൻ്റെ നാമം, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം അത് നടക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതിൻ്റെ അർത്ഥം വല്ലതും അറിയാമോ? നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ശരിയാകണം ആദ്യം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ആത്മീയ കാര്യങ്ങൾ ശരിയാക്കാനാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. അതുവഴി മാത്രമേ ഭൗതിക കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും, ബാക്കി പറഞ്ഞ് ആക്ഷൻ പറഞ്ഞ്, സിനിമാക്കാർ വന്നല്ലേ ആക്ഷൻ, ആക്ഷൻ, ഈ മിടുക്കന്മാർ പറ ആക്ഷൻ, അതോടുകൂടെ ഇതൊക്കെയും. നമ്മുടെ ആക്ഷൻ ഇപ്പം എങ്ങനെയാണ്? ഇതോടുകൂടെ അതൊക്കെയും. അങ്ങനെയല്ലേ നമ്മൾ പെന്തക്കോസ്തുകാരിപ്പം അങ്ങനെയല്ലേ? ഇതോടുകൂടെ അതുപോലെ. വീടില്ലെങ്കിൽ പ്രശ്നമല്ലേ? പൈസ ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ? നല്ല ജോലിയില്ലെങ്കിൽ പ്രശ്നമല്ലേ? പണമില്ലെങ്കിൽ പ്രശ്നമല്ലേ? കാറില്ലെങ്കിൽ പ്രശ്നമല്ലേ? ഇന്നാളൊരു പയ്യൻ ആരാനയ്ക്ക് വരുന്നില്ല, കുറച്ച് ആളും ചോദിച്ചു. പറഞ്ഞു, അവൻ്റെ അമ്മയുടെ കമ്പ്യൂട്ടർ ചോദിച്ചു. അമ്മ കമ്പ്യൂട്ടർ മേടിച്ചു. അവൻ പറഞ്ഞു, ഒരു കമ്പ്യൂട്ടർ തരാത്ത കർത്താവിനെ ആർക്ക് വേണം? അമ്മ എപ്പോഴും പറയുമല്ലോ, വലിയവനായ ദൈവം. ദൈവം ആരാ? പക്ഷെ ഒരു ഇത്രയുള്ള കമ്പ്യൂട്ടർ മേടിച്ചാൽ കർത്താവിന് ആർക്ക് വേണം? ഈ ഓഞ്ഞ കർത്താവിനെ. അവൻ ആരാനയ്ക്ക് വരുന്നില്ല. അപ്പോൾ അവൻ്റെ ആപ്തവാക്യം എന്താ? ഇതോടുകൂടെ അതൊക്കെയും. ആത്മീയ ലക്ഷണം എന്താ? അതോടുകൂടെ ഇതൊക്കെയും. എന്നോ ചിന്തയെന്നറിയാം. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാം വിട്ടു. ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം വിട്ടു. പട്ടിണി കിടന്നു, ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ വീട്, കാറ്, ഇതൊന്നും എൻ്റെ സ്വപ്നങ്ങളല്ല. പിന്നീട് കിട്ടി. പക്ഷേ എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഞാനൊന്നിനും പ്രാർത്ഥിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. വീട്, കാറ്, വസ്ത്രം, ഒന്നിനും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാനങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. നമ്മളെ മതി എന്ന് പറയില്ല, ഇരിപ്പുകൊണ്ട് അറിയാലോ. മതി എന്ന് പറയാറുണ്ടോ നമ്മൾ? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? മതി വരാത്ത 3 ഉണ്ട്. അതിനാണ് നമ്മൾ വിട്ടേക്കണേ. നമുക്കൊരു കാലത്തും മതി വരികയില്ല. ഒരു കാലത്തും മതി വരികയില്ല. നമ്മുടെ ആത്മീയത്തിൻ്റെ ലെവലുകൾ മാറണം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഒക്കത്തില്ല, ഇത് തീർക്കണമല്ലോ. അപ്പോൾ ആദ്യത്തെ 3 ദൈവത്തിന്, അടുത്ത 3 നമുക്ക്. ആത്മീകം ശരിയായാൽ മറ്റെല്ലാം ശരിയാവും. പണ്ട് ഞാൻ ഈ ബട്ടൺസ് ഷർട്ട് ഇടുമായിരുന്നു. ഇപ്പോൾ ഒരു 50 വയസ്സിന് ശേഷമാണ് ജുബ്ബയാക്കിയത്. ഷർട്ട് ഇടുമ്പം ഒത്തിരി ബട്ടൺസ് ഉണ്ട്. ആദ്യത്തെ ബട്ടൺസ് ഏതാ ഇടുന്നത്? ഇവിടുത്തെ മധ്യപ്രദേശ്. ഈ ബട്ടൺസാണ് ആദ്യം ഇടുന്നത്. എന്താ കാര്യം? പണ്ട് അമ്മ തുണി അലക്കുമ്പം കല്ലിൻ്റെ അടുത്ത് പോയി നിൽക്കും. അപ്പോൾ അമ്മ സോപ്പ് തുണിയെ തേച്ച് ആ സോപ്പ് അവിടെ വെക്കുമ്പോൾ നമ്മളാ സോപ്പ് എടുത്ത് ആദ്യം തേക്കുന്ന ഇവിടെ മധ്യപ്രദേശാണ് അന്ന് ഇന്ന് നമ്മുടെ നോട്ടം. ഇതെങ്ങനെ വലുതാക്കാമെന്നുള്ളതാണ്. ഇതിനെ കഴുകി ശുദ്ധീകരിക്കാനുള്ള പണിയാണ്. അപ്പോൾ ആദ്യത്തെ ബട്ടൺസ് ഇവിടെ അങ്ങ് ഇട്ടു. എന്നിട്ട് മേലോട്ടിട്ട് വന്നപ്പോൾ ഒരു ഹോള് ബാക്കിയിട്ട് ബട്ടൺസ് കാണാനില്ല.
ഉടനെ അഴിച്ച് താഴോട്ടിട്ട് നോക്കിയപ്പോയിട്ട് ബട്ടൺസ് ഉണ്ട്, ഹോള് കാണാനില്ല. എന്താ കാര്യം? അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ടല്ല അങ്ങനെ ഇരിക്കും. ഒന്നാമത്തെ ബട്ടൺസ് ഒന്നാമത്തെ ഹോളിൽ ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചിട്ടാൽ ബാക്കിയെല്ലാം കണ്ണ് മടച്ചിടാം. നിങ്ങൾ ആദ്യം ആത്മീകരാകണം. നമ്മൾ ആത്മീകരായാൽ ബാക്കിയെല്ലാം ദൈവം നടത്തും. ഇത് ചുമ്മാ പറയുകയല്ല, നമ്മൾ അങ്ങനെ ജീവിക്കാൻ ശീലിക്കണമെന്നായി പറയുന്നു. ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ബാക്കി 3 നമുക്ക് ഉപജീവനം, സാമൂഹികം, ആത്മീകം. അതിൽ ഒരെണ്ണം ഒറ്റ വാക്യം മാത്രമേ അത് തന്നെ ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. 11-ാമത്തെ വാക്യം വായിച്ച്. 11-ാമത്തെ വാക്യം അതല്ല മത്തായി 6:11. അത് ഈ വാക്യം വായിക്കുമ്പോഴേ നമ്മൾ അതൊക്കെ വിട്ടേച്ച് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അങ്ങനെ ട്യൂണിൽ വായിക്കുക. ട്യൂണിൽ വായിച്ചാൽ നമുക്ക് അർത്ഥം കിട്ടുകയില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആരും തരണം എന്ന് വായിച്ച് അർത്ഥം കിട്ടുകയില്ല. അത് അർത്ഥം കിട്ടാതിരിക്കുന്ന കാരണം ട്യൂണായി പോയതുകൊണ്ടാണ്. നിർത്തി വായിച്ചു നോക്കി, ഓരോ വാക്കും വായിച്ച്. എന്നാലും ഇടയ്ക്കൊന്ന് നിർത്തി, കുഴപ്പമില്ല. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പഠിച്ചോളം കേട്ടോ. ഇനി എപ്പോഴെങ്കിലും വരാനിടയായാൽ ഇത് തുടരാം. അപ്പോൾ വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് എന്ത്? ഉത്തരം അവിടെയുണ്ട്. ഒന്നാമത്തെ വാക്ക് പറ, ഞങ്ങൾക്ക്. രണ്ടാമത്തെ വാക്ക് പറ, ആവശ്യമുള്ളത്. മൂന്നാമത്തെ വാക്ക് പറ, ആഹാരം. നാലാമത്തെ വാക്ക് പറ, ഇന്ന് തരണമേ എന്നുള്ളത് എണ്ണാമേ അവസാനമുള്ളതല്ലേ. വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് എന്ത്? ഇതാ പ്രാർത്ഥിക്കേണ്ടത്. ഇതാരാ പറഞ്ഞ്? യേശുക്രിസ്തു. ജോയി പാറയ്ക്കൽ പറഞ്ഞല്ലല്ലോ. എന്താ ഒന്നാമത് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ. അപ്പോൾ എനിക്കുള്ളതോ? ഞാനൊന്നുമില്ല. പിന്നെ ഞാനില്ല. നമുക്കിതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? എനിക്കറിയാമല്ലോ അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷേ ഈ പ്രസംഗം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മളിങ്ങനെയുള്ള പ്രസംഗമല്ല ഇഷ്ടപ്പെടുന്നത്. നമ്മളിങ്ങനെ മയക്കെടുത്തിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഗതി ഒരടിയൊക്കെ അടിച്ച് ഇങ്ങോട്ടും നടന്ന് ഞാൻ ഇടയ്ക്കിടെ നിങ്ങളുടെ അടുത്തോട്ടൊക്കെ വന്ന് തലയിൽ കൈവച്ച് ഇങ്ങനെ ഉറക്കം തൊങ്ങുന്ന തലയൊക്കെ വെച്ച് മകൾ ഒരു വിളിയും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം തന്നെ കുറച്ച് പേര് എഴുന്നേറ്റില്ലേ? വിഷയബന്ധിതമായ പ്രസംഗങ്ങൾ നമുക്കിഷ്ടമല്ല. നമുക്കൊരു വിഷയമില്ലാത്ത പ്രസംഗമാണ് ഇഷ്ടം. പണ്ട് ഉണർവ് പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചിയോട് മക്കൾ ചോദിച്ചു, എന്തായിരുന്നു? നല്ല ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു. ഉണർവ് യോഗങ്ങൾ ഭയങ്കര ഉണർവായിരുന്നു. ആരാ പ്രസംഗിച്ചു? ഏതാണ്ടൊരു പാസ്റ്റർ പ്രസംഗിച്ചു. എന്തായിരുന്നു വിഷയം? അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര ഉണർവായിരുന്നു. ഏതുപോലും എന്നതാ പ്രസംഗിച്ചെന്ന് പോലും നമ്മളങ്ങനെ ആയിപ്പോയി. നമ്മളെ ട്യൂൺ ചെയ്ത് അങ്ങനെ ആക്കി കളഞ്ഞു. ഞങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രസംഗവും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസവും ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. കർത്താവ് നമ്മെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ ആരും അല്ലല്ലേ പറയില്ല. കർത്താവ് ഇന്ന് നമ്മെ സൗഖ്യമാക്കും. നമ്മളാരും അല്ലല്ലേ പറയില്ല. അത് തന്നെ പെന്തക്കോസ്തൽ ട്യൂണിൽ പറഞ്ഞു നോക്കി, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു നോക്കി. അതിൻ്റെ വ്യത്യാസം അതാ. നമ്മൾ ആ ശബ്ദത്തിലാണ് നമ്മൾ ഏതാണ്ടുണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് തോട്ട്സിലല്ല ഇരിക്കുന്നത്. നമ്മളെങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തു ചെയ്യണം? മാറ്റാൻ നോക്കുകയില്ല. നമ്മളെന്തോ പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമത് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ആദ്യം എന്തുമായിരുന്നു? നിൻ്റെ നാമം, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം. അപ്പോൾ പിന്നെ വരേണ്ടത് എൻ്റെ 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 എന്നല്ലേ വരണ്ടേ? അല്ലേ? നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവർ. നിൻ്റെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അല്ലേ വരണ്ടേ? നല്ല കൊച്ചിക്കാറ്റ് മുതൽ 3 നിങ്ങ കഴിഞ്ഞാൽ പിന്നെ 3 ഞങ്ങ അല്ലേ വരണ്ടേ? അങ്ങനല്ല. ഇവിടെ എന്തോ വന്നിരിക്കുന്നത്? നിൻ്റെ കഴിഞ്ഞ് പിന്നെ ഞാനില്ല. അപ്പം എൻ്റെ ആവശ്യങ്ങളോ നിൻ്റെ ആവശ്യമൊന്നും പറയാനുള്ള സ്ഥലമല്ലേ ഇത്? പിന്നെ ഏത് സ്ഥലമാണ്? ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാനുള്ള സ്ഥലമാണ്. എന്താ അർത്ഥം അതിനകത്ത്? ശരിക്കും പഠിക്കണം കേട്ടോ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയിൽ അംഗമായ ഒരു വിശ്വാസിക്ക് എൻ്റെ ആവശ്യങ്ങളെക്കാൾ വലുത് എൻ്റെ കൂട്ടായ്മയിൽ വരുന്നവരുടെ ആവശ്യങ്ങളാണ്. ആമേനൊന്നും പറയാൻ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ അല്ലേലിയ പറയുന്നതിനനുസരിച്ചൊന്നും ഞാൻ പ്രസംഗിക്കും. എൻ്റെ കയ്യിൽ സാധനമുണ്ട്, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും. നിങ്ങൾ ഉറങ്ങിയിരുന്നാലും ഞാൻ പ്രസംഗിക്കും. അപ്പം രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എൻ്റെ ആവശ്യങ്ങളെക്കാൾ വലുത് ആരുടെ ആവശ്യമാണ്? സഭയിൽ വരുന്ന ആവശ്യമാണ്. എന്താ കാര്യം? കൂടപ്പുറപ്പുകളായി വന്നിരിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ വീടും കൂടവും നാടൊക്കെ വിട്ടുപോയി. പിന്നെ ആരുമില്ല വീട്ടിൽ, ആരുമില്ല എനിക്ക്. 2 സഹോദരിമാർ വിട്ടുപോയി, വീടൊക്കെ വിട്ടിറങ്ങി. സ്ത്രീധനം മേടിക്കാതെ കല്യാണം കഴിച്ചുകൊണ്ട് പെൺപിള്ളേരും ഉണ്ടായി. അങ്ങനെ അങ്ങ് ജീവിച്ചു. അതൊക്കെ ചോദിച്ചു മേടിച്ചതാണ്. അപ്പോൾ പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഒത്തിരി പേർക്ക് വസ്ത്രം കൊടുക്കാൻ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വന്നപ്പോൾ കുറേ തുണി കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങളുടെ ബൈൽ കോളേജിൽ ഡ്രസ് ഫെസ്റ്റ് ഉണ്ട്. ഡ്രസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൗജന്യ വസ്ത്രം, ഇഷ്ടംപോലെ തുണിയാണ്. എന്തോ അന്നറിയില്ല, ഞാൻ ഈ വസ്ത്രം അങ്ങനെ കൊടുക്കുന്നതിനൊക്കെ ആയിരിക്കും. ഞാൻ പുറകെ വരാം അതിനെക്കുറിച്ച്. അപ്പം എൻ്റെ ആവശ്യങ്ങളെക്കാൾ വലുതാണ് എൻ്റെ കൂട്ടായ്മയിൽ വരുന്നവരുടെ ആവശ്യങ്ങൾ. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? നമ്മൾ തിരിച്ചാ, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരുടെ ആവശ്യവും. പാസോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറയുന്ന എന്തോരം ആളുകളുണ്ട് ഇല്ലേ? നമുക്കെല്ലാം വാക്യം അറിയാം, അതൊക്കെ ഒരു ഭാഗത്ത് കിടക്കും. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അപ്പം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരാത്തതിൻ്റെ കാര്യം എന്താ? നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതാണ് എൻ്റെ കാര്യം. നമ്മളെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവൻ്റെ ആവശ്യങ്ങളല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞാൻ 25 വർഷം പാസ്റ്ററായിരുന്നു 10 സഭകളിൽ. ചിലപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ, ഞങ്ങളുടെ പാസ്റ്റർ പ്രകാശ് ജോൺ പാസ്റ്റർ, ഞങ്ങളുടെ ചാലക്കുടി അസംബ്ലീസ് ഓഫ് സഭയിൽ നല്ലൊരു പാസ്റ്റർ, 15 വർഷം നിന്നേച്ചാണ് പോയത്. ഒരു രോഗി ആശുപത്രി എന്ന് പറഞ്ഞാൽ ആ ICU ഇവിടെ നമ്മൾ പോകത്തില്ല, വീട്ടിൽ പോകത്തില്ല. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കേണ്ട, ഒരിക്കൽ ICU വാർഡിന് മുമ്പിൽ ഞാനും കിടക്കുന്നു, ഈ അകത്ത് കിടക്കുന്ന എൻ്റെ ചേട്ടൻ്റെ മോനും കിടക്കുന്നു. അപ്പോൾ അവൻ്റെ കൊച്ചപ്പനാണ്. നേരം ഇവിടെ ഈ കൊച്ചപ്പൻ്റെ മോൻ പറയുക, അപ്പം ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ, പശുവിന് വെള്ളം കിടക്കണം, പിന്നെ റബ്ബർ വെട്ടാൻ എൻ്റെ പിള്ളേരെ സ്കൂളിൽ വിടണമൊക്കെ വിടണം, പാസ് ഇവിടെ തന്നെ കാണുമല്ലോ ഇല്ലേ എന്ന്. ഞാനാരാ ഇയാളുടെ പാസ്റ്റർ? ഇയാളാരാ ഇയാളുടെ ചേട്ടൻ്റെ മോൻ? ആർക്കാ രക്തബന്ധം? ഇയാൾക്ക്. ഇനി ഇയാൾ തന്നെ പശുവിന് കെട്ടാൻ പോകുന്നത്? ഞാൻ പോവുമോ? കൊന്നാൻ പോവുകയില്ല. എന്താ കാര്യം? ആ സഹോദരനെ ഒരു വിടുതലില്ലാതെ ഞാൻ അവിടെ നിന്ന് പോവുകയില്ല. ദൈവമക്കളെ, നമ്മളൊരു കാര്യം ഓർക്കണം. നാട് വിട്ട്, വീട് വിട്ട്, നാമധേയ കൂട്ടം വിട്ട് കാഠിന്യമായ ശോധനയിൽ യാനം ചെയ്ത് ഈ സഭയിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റാൻ സഭക്കാർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ പ്രാണന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടിട്ടില്ലാതെ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ് മുട്ടുകുത്തി നിൽക്കാൻ സഭയിൽ ദൈവമക്കൾ മാത്രമേ കാണത്തുള്ളൂ. ആ ബന്ധമാണ് നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവൻ്റെ സഭായോഗത്തിൽ സാക്ഷ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാക്ഷ്യമൊക്കെ കാണും. സാക്ഷ്യമെന്ന് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത കാര്യമാണ്. എനിക്കൊന്നും ഞാൻ ഇരുന്നപ്പോഴൊന്നും സാക്ഷ്യമൊന്നും പറയിപ്പിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ സാക്ഷ്യം തന്നെ ആർക്കറിയാം? ചിലർക്ക് സാക്ഷി എഴുന്നേറ്റ് മലയാളക്കരയിലൊക്കെ ഒരു പ്രത്യേക ചൂടാണ്. ദൈവം എനിക്ക് നല്ലൊരു കഴിഞ്ഞ ദൈവനാമത്തിൻ്റെ മഹത്വം കൊണ്ടാട്ട് ദൈവം എനിക്ക് നല്ല കഴിഞ്ഞ ഒരാഴ്ചക്കെല്ലാം വരാൻ പോകുന്ന ആപത്താണ് വിടുവിച്ച് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ട്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ, ഒരാൾ ആപത്താണ് വിളിച്ച്. അതെന്താ പറയുക, പണ്ടേ മലയാള സംഘം അങ്ങനെ പഠിച്ച് അങ്ങനെ പഠിച്ചത്. അത് തന്നെ ഇപ്പോഴും അങ്ങനെ പറഞ്ഞു നടക്കണേ. നാളെ ഒരാൾ പറഞ്ഞു വന്നപ്പോൾ ദൈവത്തിൻ്റെ മതം ഉണ്ടാക്കി ആപത്തിൽ തലയ്ക്ക് മീതെ എൻ്റെ പ്രതികൂലമുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകി ബാക്കി പറയാൻ വേണ്ടി ശ്വാസം വലിക്കുക. ഞാൻ പറഞ്ഞു, അവിടെ ഇരുന്ന് ഇച്ചിരി നേരം ശ്വാസം വലിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം നിർബന്ധം എന്തോ? ഒന്നാമത് നമ്മൾ ഈ സാക്ഷ്യം പറഞ്ഞ് കേട്ടുകൊണ്ട് പിള്ളേരതെല്ലാം തള്ളാണ്. തള്ളെന്ന് പറഞ്ഞാൽ മനസ്സിലായോ?
തള്ള് ചങ്ക് പ്രഭം എന്നൊക്കെ പറഞ്ഞാലേ ഇപ്പോൾ ഇവർക്കൊക്കെ പെട്ടിട്ട് നമുക്കത് മനസ്സിലായി. നമ്മുടെ നാട്ടിലേക്ക് പറയും തള്ളാം. നാളെ കൊച്ചൻ എഴുന്നേറ്റിട്ട് അവൻ സാക്ഷ്യം പറയാം, കഴിഞ്ഞ ഒരാഴ്ചയിൽ ഓളങ്ങളും തിരമാലകളും എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകിയെന്ന്. 5ാം ക്ലാസ് എൻ്റെ തലയ്ക്ക് മീതെ എന്തോ വന്നു. എന്നാ കാര്യം? ഈ അമ്മച്ചിമാരെ തള്ളുന്നത് കേട്ടോണ്ട് അവൻ പഠിച്ചു വച്ചിരിക്കുക. ഓളങ്ങളും തിരമാലകളും, ഈ അമ്മച്ചി കടൽ പോലും കണ്ടിട്ടില്ല. എന്തോ പറയാം, ഓളങ്ങളും തിരമാലകളും എന്നെ കഴിഞ്ഞ എൻ്റെ തലയ്ക്ക് മീതെ ഉയർന്നു പൊങ്ങിയെന്ന്. ഏതാണ്ട് വാദപ്പരി വന്നതാ. എന്നിട്ട് 5ാം ക്ലാസ്സിൽ അവസാനം പറയും, എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി. നമ്മളിത് ഈ നശിപ്പിച്ചു സാക്ഷ്യമെല്ലാം കൂടെ. ചിലർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നാൽ പ്രസംഗിക്കാൻ സമയമില്ല, സാക്ഷ്യമാണ്. ചില എഴുന്നേക്ക് തന്നെ ഒരു പാട്ടും പാടിക്കൊണ്ടായില്ലേ. നാളെ സഭയിൽ പറഞ്ഞു സമയമല്ല, ഗസ്റ്റ് പാസ് വന്നിട്ടുണ്ട്, ഇനി എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞ് പാസ്റ്ററുടെ പാട്ട് വിളിച്ചു പറഞ്ഞു, ഇനി പാട്ടൊന്നും പാടുമെന്ന് പറഞ്ഞു. 2 പേര് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരാൾ പിന്നെ ഇരുന്നിട്ടു കാട്ടോലീവിൻ ശാഖ. അതോ ഭയങ്കര വലിയ CC അടഞ്ഞ് തീരാറായ ആളാണ്, അതുകൊണ്ടാണ്. കാട്ടോലി, ഇനി ഇയാൾ പോയി കാട്ടോലിവൻ്റെ ശാഖ ഒടുന്നത് ഈ നാട്ടോലിനോട് വെട്ടിച്ചൊരുമണിക്ക് 1 മണിയാവും. വചനം പ്രസംഗിക്കാൻ സമയമില്ല, സാക്ഷ്യം പറയാൻ സമയമുണ്ട്. ഞാൻ ഞങ്ങളുടെ സഭ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഞായറാഴ്ച പിന്നെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം വരുന്നല്ല, 1 മണിക്കൂർ ആരാധിക്കണം, 1 മണിക്കൂർ വചനവും, അത് കഴിഞ്ഞിട്ടുള്ള സമയം മതി സാക്ഷ്യം. ഞായറാഴ്ച വന്നാൽ 1 മണിക്കൂർ ആരാധിക്കണം, 1 മണിക്കൂർ വചന ശുശ്രൂഷ. എന്താ 1/2 മണിക്കൂർ ആർക്ക് വേണം? ഞാൻ 1 മണിക്കൂർ വചനം പഠിപ്പിക്കുക. ഒരാഴ്ചത്തേക്കുള്ള ആത്മീയ ആഹാരമല്ലേ കിട്ടേണ്ടത്. സാക്ഷ്യം കേട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിറ്റേ താഴ്ച പോയിച്ചോ ആ സാക്ഷ്യത്തിന് ആട് പറയാൻ കിട്ടും. ഒന്നാമത്തെ സാക്ഷ്യം പറയും, ഒരാൾ സാക്ഷ്യം പറയും, അടുത്ത ആൾ മറിച്ചുകൊണ്ടിരിക്കുക, തുപ്പലം തൊട്ട് പേജ് മറിച്ച്. ഇയാൾക്ക് പാടാൻ വേണ്ടി ആരെ കേൾപ്പിക്കാനാ? ഞായറാഴ്ച പറയുന്ന സാക്ഷ്യം ഞായറാഴ്ച വൈകിട്ടെങ്കിലും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? ഇനി സാക്ഷ്യത്തിൻ്റെ അവസാന വാക്കറിയാമോ? എല്ലാവരും എനിക്ക് വേണ്ടി. അതായി ശരിയാകാത്ത. രക്ഷിക്കപ്പെട്ട എത്ര വർഷമായി? 30, 40, 50. അപ്പം നിങ്ങളിനി എന്നാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇപ്പോഴും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി. തിരുത്ത ഇതൊക്കെ. കഴിഞ്ഞ ഒരാഴ്ച ദൈവം എനിക്ക് നല്ലവനായിരുന്നു, ആവശ്യങ്ങളൊക്കെ നിറവേറ്റി, ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അങ്ങനെ ഒന്ന് പഠിക്കുക. ഇപ്പോഴും എല്ലാവരും എനിക്ക് വേണ്ടി. അപ്പോൾ നിങ്ങളെപ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? സ്വഭാവം കഴിയുമ്പോൾ 2 സഹോദരന്മാർ ആ വാതൊക്കെ നിൽക്കുന്നു. പാസ്റ്റർ ഞെട്ടിപ്പോയി. പാസ്റ്റർ ചോദിച്ചു, എന്താ പതിവില്ലാതെ ഇവിടെ ജോയി ആലക്കാസിലെ പിള്ളേർ നിൽക്കുന്ന ആരാനെ കഴിഞ്ഞപ്പോൾ തന്നെ പാസ്റ്റർ ആർക്കെങ്കിലും സഭയിൽ ഇത്രയും പേരൊക്കെ കൂടുന്നല്ലേ, പാസ്റ്റർ ആർക്കെങ്കിലും വല്ല വിഷമോ സങ്കടമോ ദുഃഖമോ ദുരിതമോ ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, പ്രാർത്ഥനാ വിഷയം മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയുന്ന 2 എണ്ണത്തെ സഭയുടെ ഹാളിൽ എന്ന് കാണും? ഇതിപ്പോഴും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ 100 എണ്ണം വന്ന് നിൽക്കുക, പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുക. ചില സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ മുട്ടേച്ചാൽ മതി, അംശവടി മുട്ടുന്ന പോലെ ഇങ്ങനെ മുട്ടേച്ചാൽ മതി, അവർക്ക് സമാധാനമാണ്. പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞത്. കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ടിയിരിക്കുന്നു? ഉപദേഷ്ടാക്കന്മാർ. ഇപ്പോഴും ആരാ? ശിശുക്കൾ. അവിടെയാണ് ഈ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഞങ്ങൾ എൻ്റെ സഭയിൽ ഞാനില്ല, ഞങ്ങളേ ഉള്ളൂ. സഭയിൽ വരുന്ന മുഴുവൻ ആളുകളെയും പേരറിയാമോ? പിള്ളേരെത്ര പഠിക്കണമെന്നറിയാമോ? അവനവൻ്റെ പിള്ളേരെത്ര പഠിക്കുന്ന അറിയില്ല. പിന്നെയാണ് പണ്ട് PG വരി സാറ് വടക്കേൻ്റെയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പിള്ളേരെ എണ്ണം ചോദിച്ചാൽ എത്ര മക്കളാ? പുള്ളി പറഞ്ഞു 13. അപ്പം അമ്മച്ചി പറയും, ഈ മനയുണ്ട് തോറ്റു 14 എന്ന് പറഞ്ഞു. ആ ശരിയാണല്ലോ 14 ഉണ്ടെന്ന്. പിള്ളേരെണ്ണം പോലും അറിയാൻ മേല. അപ്പോൾ ഈ സഭ വരുന്ന ആളുകളുടെ വീട്ടുപേരറിയാമോ? എല്ലാവരും പേരറിയാമോ? പിള്ളേരെത്ര പഠിക്കുമെന്നറിയാമോ? എത്ര പേർക്ക് സങ്കടങ്ങളുണ്ടെന്നറിയാമോ? അറിയാമോ? ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലേ. ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ യുക്തമായിട്ട് ചേരുന്നത്. ഇല്ല, നമ്മൾ ചേരുകയില്ല. നമ്മൾ വരുന്നു, നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, നമ്മൾ ഇട്ടേച്ച് പോകുന്നു. അതാണ്. അപ്പം നമുക്കൊന്ന് തിരുത്തി കുറിക്കാം. സഭയിൽ വരുന്ന എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾ എനിക്കറിയണം. ഒരു വീട്ടുകാരിയാണെങ്കിൽ വീട്ടുകാരിക്ക് സവാള ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ വില അറിയാൻ മേലെ എന്ന് പറഞ്ഞ പോലെ ഈ സഭയിൽ വരുന്ന എല്ലാ ആളുകളുടെ പേരും ഞാൻ പഠിച്ചിരിക്കണം. അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ എനിക്കറിയണം. അത് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിക്കേ. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ദൈവം നടത്തും.
നമ്മുടെ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ വിഷയത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവൻ്റെ വിഷയമാണ് എന്നെ ആത്മഭാരമുണ്ടാക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ. എനിക്ക് പല സ്ഥലത്തും സഭാശുശ്രൂഷയിൽ പല അനുഗ്രഹങ്ങളും വീട് വരെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 5 സെൻറ്റ് വീടും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാനത് വിറ്റ് സുവിശേഷകർക്ക് കൊടുത്തു. എനിക്കന്ന് വീടില്ല. എന്നോട് പാഷമാർ പറഞ്ഞു ഞാൻ വട്ടനാന്നൊക്കെ പറഞ്ഞു. കാരണം 5 സെൻറ്റ് വീടും കിട്ടിയിട്ട് നിങ്ങൾ സുവിശേഷകർക്ക് കൊടുത്തു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇന്നും വീട് വേണമെന്ന് അങ്ങനെ ഒത്തിരി ആഗ്രഹിക്കുന്ന ആളല്ല. വീടുണ്ട്, അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അതൊക്കെ അധികപ്പറ്റായി നീതിക്കുന്ന ആളാണ് ഞാൻ. എവിടെ ചെന്നാലും കിടക്കാൻ ഇച്ചിരി സ്ഥലം പോരെ. മിക്കവാറും സ്ഥലത്ത് ചെല്ലുമ്പോൾ വലിയ വീടാണ്, 2 നില വീട്, 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഒരു നിലയിലും അല്ലാത്തവൻ 2 നിലയിലാണ് കിടക്കുന്നത്. എന്നിട്ട് 2ാമത്തെ നിലയിൽ കയറി പോയിട്ട് 8 മാസമായി. ആർക്ക് വേണ്ടി പണിതിട്ടിരിക്കുന്ന ആർക്കറിയാം? പാറ്റയ്ക്കും ഉറുമ്പിനും പഴുതാരയ്ക്കും പല്ലിക്കും വേണ്ടി പണിതിട്ടിരിക്കുക. എന്നാൽ മേലോട്ട് കയറാത്ത ആർത്രൈറ്റീസ് രോഗം പ്രശ്നം, അതുകൊണ്ട് മേലോട്ട് കയറുന്നില്ല. എല്ലാ വീടും അപ്പനമ്മേ മാത്രമേ ഉള്ളൂ. വീടിൻ്റെ പേര് ബെതസ്ത, പക്ഷേ വൃത്തസ്ഥാനം എന്നാണ് എഴുതേണ്ടത്. പിള്ളേരൊക്കെ അവിടെയൊക്കെ പോയി ആരുമില്ല. നമുക്ക് എന്നിട്ട് ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ പണി നടന്നിട്ടില്ല, തീർന്നിട്ടില്ല. എന്തിനാണെന്ന് ആർക്കറിയാം? നമ്മൾ ഈ പണിയുന്ന വീടെല്ലാം രക്ഷിക്കപ്പെടാത്തവർക്ക് കൊടുക്കണമെന്നുള്ള അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ പണിത വീട് രക്ഷിക്കപ്പെടാത്തവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് അറിയാമോ? അത് അറിഞ്ഞിരുന്നെങ്കിൽ ചെറിയ 650 സ്ക്വയർ ഫീറ്റ് പണിത് തന്നെ അറിയാമല്ല. ഇപ്പം കർത്താവ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുപോലും പറയാനുള്ള ശേഷിയില്ല. എന്ത് ചെയ്യാൻ? ഇപ്പം കർത്താവ് എന്ത് ചെയ്യും? പോണ്ടായോ? അപ്പം നമ്മുടെ വീട് ആരും കൊണ്ടുപോകും? കണ്ടാൽ മിണ്ടാത്ത അയൽപ്പക്കത്തുകാരും ഉണ്ടോ? അവർക്ക് വേണ്ടി പണിയുന്ന ഈ വീടല്ല. സത്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കർത്താവ് വന്നാൽ നമ്മൾ പോകും, അതോ പോകത്തില്ലയോ? പണ്ട് ഇന്നാളൊരു പാസ്റ്റർ കല്യാണം കഴിപ്പിച്ചപ്പോൾ ആവേശം കൂടി പറഞ്ഞതുപോലെ, കല്യാണമൊക്കെ കൊള്ളാം, അത് ചെക്കനോടും പെണ്ണിനോടും ആർഭാടങ്ങളൊക്കെ കൊള്ളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ജീവിക്കണം, കർത്താവിൻ്റെ വരവെങ്കിൽ പോകാൻ നോക്കണം. ആവേശം മൂത്ത് അടുത്ത വാക്ക് അറിയാതെ പറഞ്ഞു പോയി. കർത്താവ് എങ്ങാനും വന്ന ശേഷം ഞാൻ നിങ്ങളെങ്ങാനും ഇവിടെ വെച്ച് കണ്ടാൽ അവ പുള്ളി പോകത്തില്ലെന്ന് അറിയാതെ പറഞ്ഞു പോയി. നമ്മളിവിടെ എങ്ങനെ ജീവിക്കട്ടെ? പണ്ടൊക്കെ ഞാൻ പാടുമ്പം കഥാപ്രസംഗമായിരുന്നു. ഈ പാർശ്വ പാടുന്നതിലും എന്നാലും ചുമ്മാക്കെ പാടുമായിരുന്നു. അപ്പോൾ നാടില്ല നമുക്ക് ഈ ഉലകിൽ വീട്. ഇപ്പം ഒന്നും പാടാറില്ല, കാരണം വീടുണ്ടെന്നേ. അതാ സ്വന്തമായി ഒന്നുമില്ല. ഞാനങ്ങ് പാടാറില്ല. അതൊരു ഞാനിങ്ങനെ മിണ്ടാതെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ പുട്ടിന് തേങ്ങിടുന്ന പോലെ ഈ ഇതിന് ശ്രുതിയും താളവും ലയവും രാഗവും കിട്ടാതെ വരുമ്പോൾ പറഞ്ഞ സാധനമാണല്ലോ ഹല്ലേലൂയ. ഇളകാതെ അന്നേരം കിട്ടുക, അന്നേരം നിന്മാനം ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ഇഷ്ടമുണ്ടോ? അത് സംഗതി കിട്ടുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. നമ്മളെല്ലാം ഒപ്പിച്ചെടുത്താണ്. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോലെ. ഇവിടുത്തെ പാർപ്പിടമോ ഞാൻ മിണ്ടായിരിക്കും, കാരണം വഴിയമ്പലം എന്നല്ല, ഒന്നാതിനും വീട് കൊണ്ടിട്ടേക്കുക. മനസാക്ഷി കുത്താണ്. ചിലപ്പോൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ വീട് വിറ്റ് സുവിശേഷ വിലയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിച്ചോളൂ. അപ്പം ഞാനല്ല പ്രധാനം, പിന്നെ ആരാണ്? എൻ്റെ കൂട്ടായി വരുന്ന ആളുകളാണ് പ്രധാനം. ഇനിയൊരു സ്വത്രം പറഞ്ഞു നോക്കിക്ക്. അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല പറയുന്നത്. ആട്ടെ, രണ്ടാമത്തെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ. അടുത്തത് പറ മക്കളെ. ആവശ്യമുള്ളതേ പ്രാർത്ഥിക്കാവൂ. നമ്മളിപ്പോൾ ഏതാ പ്രാർത്ഥിക്കുന്നത്? ആവശ്യങ്ങളെ 3ആയിട്ട് തിരിക്കാം. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. 3 എണ്ണം ഉണ്ട്. എന്താ അത്യാവശ്യം? അത്യാവശ്യമാണെങ്കിൽ ദൈവം ഇന്ന് തരും. ആവശ്യമേ ഉള്ളുവെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും. നാളെയോ മറ്റന്നാളോ ഇങ്ങനെ തരും. അനാവശ്യമാണെങ്കിൽ ദൈവം തരില്ല. ആർഭാടം ദൈവം തരില്ല, പക്ഷെ നമ്മൾ മേടിച്ചെടുക്കും.
നമുക്കതിന് ഭയങ്കര കഴിവാണ്. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഉപവസിക്കും, എന്തോ പറയും, കർത്താവേ നീ തന്നേ പറ്റത്തുള്ളതെന്നൊക്കെ പറയാറില്ലേ? എൻ്റെ അമ്മച്ചി പറഞ്ഞില്ലേ, കർത്താവേ ഞാൻ 21 ഇരിക്കുകയാണെന്ന് നീ അറിയുന്നുവല്ലോ. ഭീഷണിയാ. 21 കഴിയുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങൾ തീരുമാനമായില്ലെങ്കിൽ നിന്റെ കാര്യത്തിന് തീരുമാനമാക്കുന്നത് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്യാവശ്യമാണോ മക്കളെ? ദൈവം ഇന്ന് നടത്തും. ഒരടി മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം 6 വശവും അടയ്ക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, മുൻപിൽ ചെങ്കടലും 2 വശവും 3 പർവ്വത നിരകളും താഴെ ചുട്ടുപൊള്ളുന്ന മണലും മുകളിൽ മേഘസ്തംഭവുമാണെങ്കിൽ, പിറകോട്ട് പോകാനുള്ള വഴി 6ാമതായി ദൈവം അവിടെ അടച്ചിട്ടുണ്ടെങ്കിൽ, ഇനി പിറകോട്ട് പോകാനും പറ്റത്തില്ല, സൈഡിലൂടെ മല കയറാനും പറ്റത്തില്ല, താഴോട്ട് ഭൂമി പിളർന്നു പോകാനും പറ്റത്തില്ല, മേലോട്ട് എടുക്കപ്പെടാനും പറ്റത്തില്ല, മുൻപോട്ട് തന്നെ പോകണം. പക്ഷേ ചെങ്കടൽ വഴിമാറി തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട, അവിടെ തന്നെ ദൈവം വഴി തുറക്കും. അവിടെ തന്നെ ദൈവം വഴി തുറക്കും. നിങ്ങൾ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു അത്യാവശ്യക്കാരിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു പോം വഴിയും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേറെ ഒരു വഴിയും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, ഉറപ്പിച്ചുകൊള്ളുക, വീട്ടിൽ തിരിച്ചു ചെന്ന് കയറുന്നതിന് മുൻപ് നിങ്ങളുടെ മുൻപാകെ അടയ്ക്കപ്പെട്ട വഴികളെ തുറക്കാൻ ദൈവം ശക്തനാണ് എന്ന് വിശ്വസിക്കുന്നവരാ കരമൊന്ന് ചേർത്തടിച്ച് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് ഞാൻ ആ റേഞ്ചിലേക്ക് അങ്ങ് പോകുന്നില്ല. രണ്ടാമത് ആവശ്യമാണ്, അത് വെയിറ്റ് ചെയ്യണം. നമുക്ക് വെയിറ്റ് ചെയ്യാൻ അറിയത്തില്ല. നമ്മുടെ വെയിറ്റ് ചെയ്യലൊക്കെ ഭയങ്കര തമാശയാണ്. കർത്താവിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല തരാത്തത്. 75ാമത്തെ വയസ്സിൽ പറഞ്ഞു, ഒരു കൊച്ചിനെ തന്നേക്കാം അബ്രഹാമിനോട്. എന്താ കൊച്ചിനെ തരാനില്ലേ? ഇത് എപ്പോഴാണ് കൊടുത്തേ? 100ാമത്തെ വയസ്സിൽ. അതിനിടയിൽ മമ്മയുടെ തോപ്പിൽ വരുന്നു, കാലുകുത്തുന്നു, ദൈവം ഇറങ്ങി വരുന്നു, സംസാരിക്കുന്നു, എന്തൊക്കെ പറയുന്നു. എന്നിട്ടും കൊച്ചിനെ കൊടുക്കുന്നില്ല. വേറൊരു കൊച്ചിനെ കൊടുത്തു, ഇസ്മായിലിനെ. വാഗ്ദത്ത സന്ധ്യ കൊടുക്കുന്നില്ല. കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല മക്കളെ, സമയമാകുമ്പോഴേ കൊടുക്കത്തുള്ളൂ. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ സമയവുമല്ല ദൈവത്തിൻ്റെ സമയം. നമ്മുടെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ദൈവം തരികയില്ല. വെയിറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ വേഗം കിട്ടിയാൽ എന്താ പ്രശ്നം? വേഗം ഒരു കാര്യം കിട്ടിയാൽ എന്താ പ്രശ്നം? ഇടി കുടുക്കേ ചോറും കറി ദൈവം തന്ന എന്താ കുഴപ്പം? തരികയില്ല, അത് തന്നെ കാര്യം. എന്താ പ്രശ്നം? എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഷ്ടം പെട്ടെന്നങ്ങ് പറഞ്ഞു ക്ലാസ് പോലെ പോകുന്ന കാര്യം. പെട്ടെന്ന് തന്നാൽ കുഴപ്പമുണ്ട്, എന്താണെന്ന് പറയാം. നിങ്ങൾ എലിപ്പെട്ടി വെച്ചേക്കുക, എലി കയറണം, എലിയുടെ ശല്യമാണ്. സാധാരണഗതിയിൽ എലി രാത്രി മുഴുവൻ നടന്ന പരപരാന്ന് ഓടി കിടന്ന് നമ്മുടെ സാധനമൊക്കെ എടുത്ത് പാത്രമൊക്കെ മറിച്ചിട്ട് അങ്ങനെ പോകും, പിടി കിട്ടുന്നില്ല. ഒരു എലിപ്പെട്ടി വെച്ചു, ഒരു തേങ്ങാക്കൊത്തും വെച്ച് താണ്ട് പൊക്കി വെച്ചേക്കുക. ഒരു 11 മണിയായി, നമ്മൾ 10:30 കിടന്നുറങ്ങി. 10:30 ആയപ്പം എലി വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഉറക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. എന്നാൽ പിന്നെ ഇറങ്ങിയേക്കാം. പുള്ളി അടുക്കള ചെന്ന് നോക്കിയപ്പോൾ തേങ്ങാക്കൊത്ത് ചന്ദ്രക്കല കണക്കെ ഇരിക്കുന്നു. സംഗതി വേഗം കിട്ടിയല്ലോ, ഒന്ന് നേരം വെളുക്കുന്നവരെ തപ്പി കണക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളി അതിനകത്തോട്ട് കയറി തേങ്ങാക്കൊത്തെ പിടിച്ച് കടിച്ചു, ടപ്പേന്ന് ഒരച്ച കിട്ടു, വാതിലടഞ്ഞു. നമുക്ക് മനസ്സിലായി പെട്ടിയിൽ ആര് വീണു? എലി വീണു. ഇനിയാണ് ട്വിസ്റ്റ്. നിങ്ങളവിടെ കിടന്നു, നേരം വെളുക്കുമ്പോൾ പിടിച്ചാൽ മതിയല്ലോ, സംഗതി പോയിട്ടില്ലല്ലോ. നേരം വെളുത്ത് നിങ്ങൾ എലി പിടിച്ച് നോക്കിയ രസകരമായൊരു കാഴ്ച കാണാം. എന്നാന്നറിയാമോ? ഈ എലി അവിടെയുണ്ട്, ആ തേങ്ങാക്കൊത്തും അവിടെയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാ തിന്നാനാ കയറിയത്? എന്നാ തിന്നാത്തെ? തേങ്ങാക്കൊത്ത് തിന്നാനല്ലയോ കയറിയത്? അതെ. പിന്നെ എന്നാ തിന്നാത്തത്? സമാധാനം വേണ്ടേ തിന്നാൻ? ഇത് തിന്നേച്ച് ഇറങ്ങിപ്പോകാൻ വല്ല മാർഗമുണ്ടോ? അപ്പം ഇത് എപ്പോൾ കിട്ടണമായിരുന്നു? കുറേ വൈകി. എലിപ്പെട്ടിയൊന്നും വെക്കാതെ ഒരു തേങ്ങയൊക്കെ ഇരിക്കും, അത് ചുരണ്ടി കരണ്ട് അതിനകത്ത് കിടന്ന് തിന്നു ഒക്കെ കാണിച്ച് അങ്ങനെ ഒരു ഒച്ചയൊക്കെ ഉണ്ടാക്കി തീറ്റെല്ലാം കഴിയുമ്പോൾ നമ്മുടെ കട്ടിനടുത്ത് ഞാൻ ഒച്ച ഉണ്ടാക്കി നിങ്ങളുടെയൊക്കെ തിന്നാണ്. അതൊരു സുഖമായിരുന്നു. എലിപ്പെട്ടിക്കകത്ത് കയറി ഇത് വേണ്ട. ഓർത്തോളം കേട്ടോ, സമയത്തിന് മുമ്പേ ആക്രാന്തം പിടിച്ച് കിട്ടുമെന്നെല്ലാം ഇതുപോലെ ഇരിക്കും. അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല.
അതുകൊണ്ട് കാത്തിരിക്കാം കർത്താവെ എത്ര നാൾ വേണമെങ്കിലും എന്ന് മനസ്സുള്ള ഒരു സ്വത്രം പറഞ്ഞാട്ടെ. 2-ാം അധ്യായത്തിലെ കഷ്ടപ്പാടുകൾ ഇയ്യോബിന് ആരംഭിച്ചു. ദൈവം പറഞ്ഞു ഇവൻ കാത്തിരിക്കുമെന്ന് അറിയട്ടെ. ഇയ്യോബിൻ്റെ പ്രഖ്യാപനങ്ങൾ ദൈവത്തെ ഞെട്ടിച്ചു കളഞ്ഞു. നീ എന്നെ കൊണ്ടുപോയി ശോധന ചെയ്യ്. ബാക്കി ദൈവം പറഞ്ഞു അവൻ പൊന്നുപോലെ പുറത്തു വരും. ഇയ്യോബിൻ്റെ വർത്തമാനം മുദ്രാവാക്യമാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇതാണ് ശരിയായ ദൈവ പൈതൽ. വീട് വരട്ടെ, വണ്ടി വരട്ടെ, ഒക്കെ നടക്കട്ടെ, പക്ഷെ അതൊന്നും എൻ്റെ ആത്മീയ യാത്രയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞാൻ നമസ്കരിക്കത്തില്ല. ഈ മനോഭാവത്തോടെ ജീവിക്കാൻ എത്ര പേർക്ക് കഴിയും? അതുകൊണ്ട് ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. അനാവശ്യം നമ്മുടെ കല്യാണങ്ങളൊക്കെ അനാവശ്യത്തിൽപ്പെട്ടതാണ് കേട്ടോ. കല്യാണങ്ങളൊക്കെ അനാവശ്യപ്പെട്ടതാണ്. എനിക്കിതിനോടൊന്നും വലിയ യോജിപ്പില്ല. കല്യാണമൊക്കെ നടത്തണം, അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം, പക്ഷേ ആർഭാടങ്ങൾ കുറച്ച് കുറയ്ക്കണം. പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ മുതലേ ഭാഷന്മാർ വേണം. പെണ്ണ് കാണാൻ ഭാഷ ചെല്ലണം, പിന്നെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഭാഷ വേണം, ഉറപ്പിക്കാൻ ഭാഷ വരണം, ചരക്കെടുക്കാൻ ഭാഷ, എല്ലാത്തിനും ഭാഷ വേണം. ഭാഷയ്ക്ക് ഷർട്ട് മുണ്ടൊന്നും മേടിച്ചു കൊടുക്കുകയില്ല ചിലർ. ഞങ്ങളുടെ അകപ്പയിൽ ഞാൻ അകപ്പയ ഗോസ മിഷൻ്റെ ഡയറക്ടറാണ്. കുറച്ച് സഭകളുണ്ട്. ഞാൻ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ വാശി പിടിച്ച് പറയും. നാളെ കല്യാണത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ആരാ കല്യാണം? ഞാൻ ചോദിച്ചു ഒക്കെ റെഡിയായി. പാസ്റ്റർ നോക്കുമ്പോൾ ആയിരിക്കും പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തോ? ഇല്ല. നിങ്ങളെടുത്തോ? എടുത്തു. എന്നാൽ എടുത്തു കൊടുത്തേച്ച് എന്നെ വിളിക്കുക, എന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു വരുന്ന കാര്യം. എടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ പോയുള്ളൂ. നമ്മുടെ ആർഭാടങ്ങൾ കണ്ടിട്ടുണ്ടോ? വീഡിയോ പിടിക്കുന്നവനെ അവരാണല്ലോ കല്യാണം നിയന്ത്രിക്കുന്നത്. പെണ്ണെപ്പോൾ വരണം, ചെക്കനെപ്പോൾ വരണം, എങ്ങോട്ട് തിരിച്ചിരിക്കണം, അതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? നമ്മളല്ല, അവരാ. നമ്മൾ താണ്ട് അവിടെ ഇവിടെ കൊണ്ട് നിർത്തും. നമ്മുടെ മുമ്പിൽ വാസന്മാരിങ്ങനെ എല്ലാം കൂടി ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവന്മാരാ എല്ലാം കൂടെ കൈയടക്കുന്നത്. ഇനി ഈ വീഡിയോ പിടിക്കുന്നതിന് 1 ലക്ഷം രൂപ, സദ്യക്ക് 2.5 ലക്ഷം രൂപ, ഈ ഇത്രയുള്ള സാധനം, ഈ എന്തോ തന്നെ പറയുന്നത്, പുൾപിറ്റ്, സ്റ്റേജ് 3 മണിക്കൂർ നേരം ഒരുക്കാനായിട്ട് 37,000 രൂപ. ഒരു പാർശ്വക വെക്കുന്ന സ്വോത്രക്കാഴ്ച എത്രയെന്നറിയാമോ? ഇപ്പോൾ വധൂവരന്മാർ ഡിജിറ്റൽ ഒപ്പുവെക്കുകയും സ്തോത്ര വഴിപാട് അർപ്പിക്കുകയും. ഞാൻ സ്തോത്ര വഴിപാട് ഒപ്പിക്കാറില്ല. എൻ്റെ കാര്യം ഞാൻ പറയുന്നു. കാരണം ഞാൻ കണ്ട സ്തോത്രക്കാഴ്ച എല്ലാം 500. ഞാൻ പറഞ്ഞു വേണ്ട, അതും കൂടെ നിങ്ങളെടുത്ത് നന്നായിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ 10,000 രൂപ പാസ്റ്റർ കൊടുക്കാനാണ് പറയുന്നത്. ഉണ്ടോ ആരും സ്വത്രം പറയാത്ത? ഇതിന് 37,000 രൂപ, വീഡിയോ പിടിച്ചതിന് പിന്നെ 1 ലക്ഷം രൂപ, സദ്യക്ക് 1.5 ലക്ഷം രൂപ, ഡ്രസ്സ് എടുക്കാൻ 2 ലക്ഷം രൂപ. പാസ്റ്റർക്ക് തന്നെ ഈ 500 എന്തിൻ്റെ കണക്കാണ്? 500. എൻ്റെ മക്കളെ കെട്ടിച്ചപ്പോഴും ഞങ്ങൾ അങ്ങനെ ചെയ്ത്. ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുവന്ന് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു മോളെ ദൈവദാസന് കൊടുക്ക്. അപ്പോൾ യേശു ഇത്രയും പൈസ പെണ്ണിൻ്റെ കല്യാണമല്ല. ഞാൻ പറഞ്ഞു പാസ്റ്റർ പെണ്ണിൻ്റെ കല്യാണത്തിന് ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, പിന്നെ ഇതത് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? കൊടുത്തേക്കുന്ന സാരിയൊക്കെ അറിയാമോ? കോവിഡ് സമയത്ത് തന്നെ 6-7 കല്യാണം നടത്തി. ആകെ 15 പേരെ കല്യാണത്തിനുള്ളൂ. പക്ഷെ കൊടുത്തേക്കുന്ന സാരി 25,000 രൂപ സാരിയാണ്. 15 പേരേ ഉള്ളൂ കല്യാണത്തിന്. എൻ്റെ മൂത്ത മോളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എന്തുവാടി വേണ്ടത്? ഒരു ഉടുപ്പിട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ഉടുപ്പിന് എത്ര രൂപയാവും നോക്കി? 10-20,000 രൂപയാവും. 15,000 രൂപ 20,000 രൂപ വരെ. ഞാൻ പറയും ഇവിടെ ഇറക്കമുള്ളതാണോ? ഇറക്കമുള്ളതാണ്, കുഴപ്പമില്ല. എൻ്റെ ചർച്ചിൽ ഞാൻ തന്നെ രക്ഷിക്കപ്പെടുത്തിയ ഒരു കുടുംബമുണ്ട്. അവരെ മോൻ്റെ കല്യാണം നടന്നിട്ട് 8-9 മാസമേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ ചെന്ന് ചോദിച്ചു കൊച്ചേ നിൻ്റെ ഉടുപ്പ് എന്ത്? ഏത് ഉടുപ്പ്? കല്യാണത്തിൻ്റെ ഉടുപ്പ്. അതിവിടെ ഇരിപ്പുണ്ട്. എത്ര രൂപ അതിന്? 17,500 രൂപ. ഇനി എന്തോ പണി? എന്നാ പണി? ഭാഷ വെറുതെ ഇരിക്കുന്നു. ഒരു ദിവസത്തേക്ക് വേണ്ടി മേടിച്ച സാധനമാണത്. അതെ, അതിങ്ങ് തരാൻ പറഞ്ഞു. 300 രൂപയ്ക്ക് ഡ്രൈ ക്ലീൻ ചെയ്യിപ്പിച്ചു. അതാണ് എൻ്റെ മൂത്ത മോള് കല്യാണത്തിനിട്ടത്.
ഞാൻ ചോദിച്ചു, നിനക്ക് വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. അല്ല, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നോട് പറഞ്ഞു. ഒരു വിഷമവുമില്ല പാപ്പ, ഒരു ഉടുപ്പിട്ടാൽ പോരെ, പുത്തൻ ഉടുപ്പ് പോലെ. പക്ഷേ വന്ന ദൈവദാസന്മാർക്ക് 1,37,000 രൂപ എൻ്റെ മോള് കൊടുത്തു. വന്ന ദൈവദാസന്മാർക്ക് 1,30,000 ഞങ്ങൾ വണ്ടി കൂലി, അവർ പെമ്പിള്ളേരെ അതൊന്നും വേണ്ട. നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമെന്ന് കരുതിയല്ല ചെയ്യുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിനൊന്നും പ്രതിഫലം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ശീലിക്കണം കുറച്ച് കാര്യം. കല്യാണത്തിൻ്റെ ഭക്ഷണമൊക്കെ വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ എന്ത് എൻ്റെ വയൽ കോളേജിലേക്ക് വേസ്റ്റ് ബോക്സിലേക്ക് ക്യാമറ വെച്ചിരിക്കുക. ഭക്ഷണം കഴിഞ്ഞാൽ പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇല എങ്ങനെ കൊണ്ടുപോകണം, ഇങ്ങനെ 2 വിരൽ കൊണ്ട് ഇല എടുക്കാവും. നമ്മുടെ ആളുകൾ ഭക്ഷണം കഴിയുമ്പം ഇല കൊണ്ടുപോകുന്ന പൊതിച്ചോറ് കൊണ്ടുപോകുന്നല്ല, അതിനകത്ത് നിറച്ച സാധനമുണ്ട്. അത് ഞാൻ പറഞ്ഞ റാവൽ പാനിട്ട് അവൻ്റെ വീട്ടിലോട്ട് കൊടുത്തു വിടണം, വീട്ടിൽ കൊണ്ടുപോയി തിന്നാനായിട്ട്. ആവശ്യമുള്ളത് മേടിച്ചാൽ പോരെ. ആക്രാന്തം പിടിച്ചാൽ JCB കൊണ്ട് കോരി എടുക്കുന്ന പോലെ ഇടേണ്ട കാര്യമുണ്ടോ? അപ്പം ആവശ്യമുള്ളത് ഞാൻ ചോദിട്ടെ, നിങ്ങളുടെ വീട്ടിൽ എത്ര സാരിയുണ്ട്? സഹോദരന്മാർ ഇപ്പം തന്നെ പോകാൻ തുടങ്ങുക. ഞാൻ പറയാം, നിങ്ങളുടെ വയസ്സിൻ്റെ ഒപ്പം സാരി കാണും മിക്കവാറും. എൻ്റെ അമ്മയ്ക്ക് 80 വയസ്സുണ്ട്. എൻ്റെ അമ്മയുടെ അലമാരത് 82 സാരി ഇരിപ്പുണ്ട്. അമ്മ ഇപ്പോൾ സ്ട്രോക്ക് വന്ന് കിടക്കാം. ഞാൻ പറഞ്ഞു 10 സാരി ഉടുപ്പിക്കട്ടെ. വേണ്ട, ഓരോന്നെടുത്ത് കൊടുക്കാം. നാളെ 10 കൊടുത്ത്. വീട്ടിലാകെ ബഹുമാനമുള്ളൊരു സാധനം സാരിയാണ്. അതറിയാമോ? വീട്ടിൽ നമ്മോട് ഭയങ്കര റെസ്പെക്റ്റുള്ള സാധനം ഏതാ? സാരിയാണ്. എന്താ കാര്യം? നിങ്ങൾ അലമാര തുറക്കുമ്പോൾ 4 കാലിലോട്ട് വന്ന് വീഴും. എന്നെ എടുത്തുകൊണ്ട് പോകും. അട്ടിയായിട്ട് വെച്ചിരിക്കുക. പ്ലാസ്റ്റിക്കൊക്കെ അതിന് ഊറിഞ്ഞു വീഴും. കോട്ടനാണല്ലേ ഇരിക്കത്തുള്ളൂ. കോടൊന്നും ഇവന് ഇടാൻ പോലും നിർവാഹമില്ല. എന്തോന്നിനെ വെച്ചിരിക്കുന്നത്? നല്ല ഡ്രസ്സൊക്കെ ഇടണം കേട്ടോ. ഞാനും ഇടാറുണ്ട്. പക്ഷേ മിനിമം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ദൈവം 1000 രൂപയെ കൂടുതലുള്ള ഡ്രസ്സ് ഇടാൻ ഇടയാകല്ലേ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പിള്ളേരൊക്കെ വല്ലൊക്കെ മേടിച്ചത് ഇതൊന്നും എനിക്ക് ഒക്കുകയില്ല, പലതും പറ്റത്തില്ല. ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ കണ്ടുമുട്ടുന്ന സാധാരണക്കാരായ പാസ്റ്റർമാരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് കിട്ടുന്നത് എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് അവർക്കുള്ളതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആവശ്യം കഴിഞ്ഞുള്ളത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം എനിക്ക് തരുന്നതാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ കിട്ടിയിട്ട് എന്നാ ചെയ്യാനാ നിങ്ങൾക്ക്? ഈ ആവശ്യതയൊക്കെ ഉള്ള പണവും സമ്പത്തും കൊണ്ട് എന്ത് ചെയ്യാനാ? ഒരാളെ മീൻപിടുത്തത്തിന് ഇങ്ങനെ വഞ്ചി കിടന്നുറങ്ങുന്നു. ഒരു 11:30 ആയുള്ളൂ. ഒരാൾ ഇന്നോവ നിർത്തിച്ചു, ഇടാ ശശി മീനെ കിട്ടിയോ? കിട്ടിയച്ചാ. ചെന്നു വില പിടിച്ച് മേടിച്ചുകൊണ്ടുപോയി. നീ എന്താ കിടന്നുറങ്ങുന്നേ? ആദ്യത്തെ വീശലിൽ തന്നെ ഇന്നത്തെ മീനെ കിട്ടിയച്ചാ. ഈടാ പൊട്ടാ, നിനക്ക് പിന്നെ മീനെ വീശിക്കൂടെ? വല വീശിക്കൂടെ? കിടന്നുറങ്ങാൻ പറഞ്ഞു. ഈ തണലത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് അച്ഛാ. ഈ വെയിലത്ത് ആ മരത്തിൻ്റെ തണലിൽ വഞ്ചി കിടന്ന് നിൻ്റെ സുഖമെന്നറിയാമോ? കൂർക്കം വലിച്ചുറങ്ങാണ് ഞാൻ. എടാ മരമണ്ട, നിനക്ക് ഒന്നുകൂടെ വീശിക്കൂടായിരുന്നോ? എന്നിട്ട് എന്ത് ചെയ്യാനാണ്? കുറേ കൂടെ മീനെ കിട്ടൂലേ? മീനെ കിട്ടി എന്ത് ചെയ്യണം? കുറച്ചുകൂടെ കാശ് കിട്ടൂലേ? കാശ് കിട്ടി എന്ത് ചെയ്യാനാണ്? കുറേ കാശ് കിട്ടിയാൽ അങ്ങനെ നിനക്ക് സ്വന്തം വാടകയിലെ 10 സെൻറ്റ് സ്ഥലം മേടിച്ചുകൂടെ? സ്ഥലം മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു വീട് പണിതുകൂടെ? വീട് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒരു ഡൂർ ഓവളക്സ് മെത്തൊക്കെ മേടിച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ? അപ്പം അതല്ലേ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ കഷ്ടപ്പെട്ട് വല്ലാതെ നടന്നിട്ടാണ് ഇത്രയും കാലം. ഞാനിപ്പോൾ അതല്ലേ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്ത് മനസ്സിലായി? ദൈവത്തിലുള്ള ആശ്രയമാണ് ഭക്തൻ്റെ ലക്ഷണം. കരുതി വെച്ച കരുതൽ ശേഖരത്തിനകത്തല്ല. എത്ര പേർക്ക് അങ്ങനെ ആശ്വസിക്കാൻ പറ്റും? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. എന്നെ മനോഹരം. നിങ്ങളുടെ ചിന്താകുലങ്ങൾ അവൻ്റെ മേൽ എന്ത് ചെയ്യണം? ഇട്ടുകൊള്ളണം. മൂത്ത മകളുടെ ഉടുപ്പ് മേടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ 2ാമത്തെ മകൾ പറയാ, അപ്പാ എന്തോ 5 വയസ്സിൻ്റെ വ്യത്യാസമാണ്, ഒരപേക്ഷ തരാനുണ്ട്. എന്തുവാ? ഈ ഉടുപ്പ് തന്നെ എനിക്കും തരരുതെന്ന്. ഞാൻ പറഞ്ഞു, അപ്പോഴേക്കും ഇത് ചതിര് പിടിച്ചില്ലെങ്കിൽ നിനക്ക് തന്നെ തരും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. അവളുടെ കല്യാണം കോവിഡ് സമയത്തായിരുന്നു. എനിക്കറിയാമല്ല, കോവിഡ് സമയത്ത് മീറ്റിംഗ് പോലും ഇല്ല.
അയൽപ്പക്കത്താരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവച്ച് വന്ന മത്തങ്ങയും കപ്പയും തിന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് പറയുക, മോളുടെ കല്യാണമാണല്ലേ? ഞാൻ പറഞ്ഞു അതെ. പാസ്റ്ററെ ഞങ്ങൾക്കറിയാം, ഇത്രയും കൊല്ലം പ്രസംഗിച്ചിട്ടും ബാങ്കിലൊന്നും കാണത്തില്ല, ഞങ്ങൾക്കറിയാം. അവളെ വിഷമിപ്പിക്കരുത്. ആ മൂത്ത കൊച്ചിന് മേടിച്ചു കൊടുത്ത ഉടുപ്പ് അവിടെ കാണുമോ എന്ന് അവർ എന്നോട് പറയുക, മേടിച്ചു കൊടുത്തേക്കരുത്. അവളുടെ A to Z ചിലവ് ഞങ്ങളെടുക്കും. 1 രൂപ പോലും എനിക്ക് ചിലവില്ല, അവരാണ് അതിന് മൊത്തം ചിലവ്. നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണും. ആവശ്യങ്ങൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ, അല്ലാതെ അനാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അനാവശ്യമായി ചിലവിടരുത്. അങ്ങനെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ട് നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ. അവരാണ് ഈ പുതിയ പുതിയ ബ്രാൻഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അവസാനം ദാരിദ്ര്യം പിടിക്കും. നാളെ ഞാൻ തിരുവല്ല സ്ഥലത്ത് പ്രസംഗം ചെയ്യുന്നപ്പം എൻ്റെ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച പയ്യനാണ്. എന്നെ കണ്ടപ്പം പ്രീസോട് സാറിന് സുഖമല്ലേ? ഞാൻ സുഖമാണ്. മാരുതി സ്വിഫ്റ്റിനകത്ത് കയറി റൈബാൻഡിനെ കണ്ണട എടുത്ത് വെച്ചു, ഗ്ലാസ്സൊക്കെ ഇട്ട് AC ഓൺ ചെയ്ത് ചൊറിഞ്ഞു. സാറിന് സുഖമല്ലേ? ഞാൻ പറഞ്ഞു സുഖമാണ്. അവൻ്റെ വീട്ടിൽ ചെന്ന ഒരു റൂമിലോട്ട് കയറി AC ഒക്കെ ഇട്ട് ഓൺ ചെയ്തിച്ച് ഭാര്യയെ വിളിച്ച് പരിചയപ്പെടുത്തി, നാരങ്ങൾ സോഡ തന്നിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു, ശരിക്കും പറ സാറിന് സുഖമാണോ? ഞാൻ പറഞ്ഞു 3ാമത് പ്രാവശ്യമാണെന്ന് ചോദിക്കുന്നത്, നിനക്ക് സുഖമില്ലേ? എന്നാ വെച്ചാൽ എൻ്റെ ഈ പാൻറ്റും ഷർട്ടും ഏതാണ്ട് എൻ്റെ പകുതി പ്രായം വരെ എൻ്റെ ബാഗിന്. ഇത് പുതിയതാ. എല്ലാം കണ്ടപ്പം പുള്ളിക്ക് എന്നെ കണ്ടപ്പോൾ ഒരു സുഖം പുള്ളി, അതുകൊണ്ടാണ് പുള്ളി രക്ഷപ്പെട്ടില്ലേ എന്നുള്ളതല്ലേ വിളിച്ചേ. സുഖമല്ലേ? ഞാൻ പറഞ്ഞു നിനക്ക് സുഖമില്ലേ? അല്ല ഞാൻ പറഞ്ഞു മനസ്സിലായി, ഈ പരിപ്പൊന്നും ഈ കലത്തിൽ ഇവിടെ വേകാൻ സാധ്യതയില്ല, നീ യോഗത്തിന് പോയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കുക. യോഗത്തിന് പോയി കനത്ത പൈസ, ഞാൻ സാധാരണ കിട്ടാത്ത പൈസയാണ്. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ തരുമ്പോഴേ ഇത് എത്രയുണ്ടെന്ന് അറിയാം. എണ്ണൊന്നും വേണ്ട, കാരണം കവറൊന്നും ഞങ്ങൾക്ക് കവർ തരുമ്പോൾ ചുമ്മാ ഈ അന്തന്മാർ നോട്ടിട്ടതുപോലെ കവർ തരുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം ഇത് എത്ര ഉണ്ട്, 5000 7 കൃത്യം അറിയാം ഞങ്ങൾക്ക്. എണ്ണൊന്നും വേണ്ട, ഏകദേശം. ചിലപ്പോൾ എൻ്റെ ഭാര്യ കൂടെ വരുമ്പോൾ ഞാൻ പറയും എത്രയുണ്ടെന്ന് അറിയാമോ? എത്രയുണ്ടോ നിങ്ങൾ പറ. ഞാൻ പറയും ഏകദേശം. ചിലപ്പോൾ ഒരു 500 1000 മാറുള്ളൂ, ബാക്കി കറക്റ്റായിരിക്കും. വീട്ടിലെത്തിയപ്പം എൻ്റെ കൂട്ടുകാരൻ വിളിച്ചു, രവി പേരൂരിന്ന് മേയർ വെച്ച്, സാറ് തിരുവല്ല വന്നിട്ട് എന്താണ് എന്നെ വിളിക്കായിരുന്നു? ഞാൻ പറഞ്ഞു ഇതിനാണ് നിന്നെ വിളിക്കുന്നത്. സാറേ ഞാനിവിടെ 20 പേരുണ്ട് സാറേ. അവിടെ എന്താണ് സുവിശേഷ വേലയാണ്. പറയണ്ടായിരുന്ന സാറ് ഇത്രയിടം വന്നിട്ട് സാറിന് വൈഫിനൊക്കെ സാറ് എപ്പോഴും യൂട്യൂബ് പ്രസംഗമാണ്, സാറിനെ കാണാൻ വേണ്ടി. ഞാൻ നീ പറയാതെ എങ്ങനെയാണ് അവിടെ ഇവിടെ വരുന്നത്? അല്ല സാറേ പിന്നെ ഞാൻ പറഞ്ഞു അവൻ ഭയങ്കര മെച്ചപ്പെട്ടല്ലോടെ. ആര്? അത് ഞാൻ പോയ പേര് പറയുന്നില്ല. എവിടെ അവൻ്റെ വീട്, അവൻ്റെ കാറ്, എൻ്റെ സെറ്റപ്പ്. അവൻ ആരുടെ വീട്ടിൽ? ഇന്നാളുടെ വീട്ടിൽ. എന്ത് മെച്ചം? ഒരു മെച്ചമില്ലേ? സാറിന് വട്ടാണ്. ഞാൻ പറഞ്ഞു എന്താടാ വട്ട്? സാറേ ആ കാറ് എൻ്റെ കാറാണ്. അവൻ കൺവെൻഷനാണെന്നും പറഞ്ഞ് ദിവസം 2000 രൂപ തരാമെന്നും പറഞ്ഞ് എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയിക്കുന്നതാണ്. അപ്പോൾ റൈവാൻഡിൻ്റെ കണ്ണട, അത് ഡാഷ്ബോർഡിൽ കിടന്ന കണ്ണട, അതും കൂടെ അവൻ വെക്കുക എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ വീട് അത് റെൻ്റാണ്. അപ്പോൾ താമസിച്ച AC കഴിഞ്ഞ ആഴ്ചയിലെ ബജാജ് ഫിൽ സർവീസ് ഞാനല്ലേ ജാമ്യം നിന്ന് AC കൊണ്ടുവന്ന് വെച്ച കൺവെൻഷൻ വരുന്ന പാസന്മാർ കിടക്കാനാണെന്നും പറഞ്ഞ്. അപ്പം ഞാൻ ചോദിച്ചു വാടകയല്ലാത്തൊന്നും അവിടെ ഇല്ലേ? ഭാര്യ 2 പിള്ളേരുണ്ട്, ബാക്കി മൊത്തം വാടകയാണ് സാറേ. ആ പുള്ളിയാണ് എന്നെ കണ്ടപ്പം ചോദിച്ചത് സാറിന് സുഖമില്ലേ എന്ന്. കൊല്ലം മനസ്സിലായി. മുഴുക്കം കൊണ്ട് പൊങ്ങച്ചത്തിൻ്റെ ആൾക്കാരായിട്ടങ്ങ് മാറിയൊക്കെയാണ് മൊത്തത്തിൽ. യേശുവിൻ്റെ പുറകെ പോകാനൊരു യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദരിദ്രനായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറയുമൊന്നുമില്ല. ഉള്ളതൊക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉള്ളതിലൊക്കെ തൃപ്തിപ്പെടാൻ പരിശീലിച്ച് നോക്ക്. സമയമായി. മൂന്നാമതെന്താ മക്കളെ? ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ, ആവശ്യമുള്ളതേ പ്രാർത്ഥിക്കാവൂ. അടുത്ത് അയ്യോ ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ തോന്നും. ആഹാരത്തിനുള്ളതേ പ്രാർത്ഥിക്കും. അപ്പം കറിയോ? കറിയായിരുന്നേലും അതാ ഞാൻ പറഞ്ഞു. അതോടുകൂടെ നമ്മുടെ ആഹാരമൊക്കെ കണ്ടിട്ടുണ്ടോ? നമുക്ക് ഭൗതിക ആഹാരത്തിലാണോ ആത്മീയ ആഹാരത്തിലാണോ ഇഷ്ടം കൂടുതൽ? ഏത് ആഹാരത്തോടാ? ഭൗതിക ആഹാരത്തോടാ. ഈ ട്രിവാൻഡ്രത്തൊക്കെ കല്യാണം കഴിയുമ്പം പച്ചക്കറി. ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചി മീനോ 5-6 ഇറച്ചിയും അത് ഇതൊക്കെ കാണും.
ഞങ്ങളുടെ അങ്കമാലി എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം അറിയാമല്ലോ അല്ലേ? അങ്കമാലി അറിയാമല്ലോ. അവിടെ വേറൊരു സാധനമാണ്. ബീഫ് പോലുമില്ല, പന്നിയാണ്. എൻ്റെ മോളുടെ കല്യാണത്തിനൊന്നും ബീഫ് കറി ഉണ്ടായിരുന്നില്ല. ആ നാട്ടുകാർക്ക് ഇതാ വേണ്ടിയത്. അപ്പം ട്രിവാൻഡ്രത്ത് ചെയ്യാൻ വന്നപ്പം ഞാൻ കെട്ടിക്കുന്നു, എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂർ പോകണം, ഫ്ലൈറ്റ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സ്ഥാപിച്ച എന്നെ ഇച്ചിരി പൈസ പെട്ടെന്ന് പോട്ടെ, പക്ഷെ എന്താ ചെന്ന് നോക്കിയപ്പോണ്ട് ഡോറ് തുറന്നിട്ടില്ല. ഭോജനശാല തുറക്കുന്നതിന് മുമ്പ് ഇടിച്ചു നിൽക്കുക ഒരു പെരുന്നാളിൻ്റെ ആൾക്കാർ. എൻ്റെ കോളേജിലെ സാറ് ചോദിച്ചു, മക്കളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വിശക്കുന്ന ദരിദ്രന്മാർ നമ്മുടെ നാട്ടിലുണ്ടോ? പിള്ളേർ പറഞ്ഞു സാറിന് വട്ടാണ്, അതൊക്കെ പണ്ട് സാറേ. ഇവിടെ ഒരു നേരത്തെ ആകാശത്തിന് ആർക്കാണ് സാറേ ഇത്ര വലിയ ദാരിദ്ര്യം? ഉണ്ട് മക്കളെ, എവിടെ കല്യാണത്തിന് കഴിക്കുന്ന ഭോജനശാലയുടെ വാതൊക്കെ ചെന്ന് നോക്കണം. പാൻറ്റും ഷർട്ടും അവൻ നിൽപ്പുണ്ടല്ലോ, റൈബാൻഡിൻ്റെ കന്നഡ, റൈമണ്ടിൻ്റെ ഷർട്ട്, ലാക്കോസിൻ്റെ ബെൽറ്റ്, ലിവിങ്ങിൻ്റെ പാൻറ്റ്, ഡെക്ക് മാർക്കിൻ്റെ ഷൂവ്, മൊത്തം അവൻ്റെ ശൈത്യം 25,000 ഡ്രസ്സ്. എന്നിട്ട് ഒരു നേരത്തെ ആഹാരത്തിട്ട് ഇങ്ങനെ ഇടിച്ച് നിൽക്കുക. ഷട്ടർ അങ്ങ് തുറന്നപ്പോഴേക്കും എന്നും പറഞ്ഞ് കൂവിക്കൊണ്ട് ഓടുന്ന ഓട്ടം കാണും. എൻ്റെ ചെന്ന് ഇരിക്കുന്നു, ഇല ഇടുന്നു, എന്നെ ബഹളമോ. ഞാൻ ഇന്നാളെ നോക്കിയപ്പോൾ ഇത് തുറന്നപ്പം ഈ ചെന്ന് കയറിയ സ്ഥലത്തെല്ലാം സീറ്റ്. അപ്പോൾ ഒരുത്തൻ നോക്കിയപ്പോൾ അങ്ങ് അറ്റത്ത് പറഞ്ഞു, അവൻ പറഞ്ഞു ഒരു സീറ്റുണ്ട് വാളാന്ന് പറഞ്ഞു. ഇവൻ പോയ പോക്ക് ഞാൻ കണ്ടപ്പോൾ പിടിച്ചിരിക്കുക. ഒരു മേശ, ഒരു അപ്പച്ചൻ നേരെ ചുവ നടന്നു പോവുക, അതിനൊക്കെ മുമ്പ് ചെല്ലാൻ വേണ്ടി ഇവരൊരു മേശയുടെ അടിക്കടെ കയറിയാ ചെല്ലുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത്രയും താല്പര്യം ഈ ആത്മീയ ആഹാരത്തിനുണ്ടോ? ഇന്നലെ 6 മണിക്ക് യോഗം തുടങ്ങി, നിങ്ങളെപ്പോഴാണ് വന്നേ? ഭോജനശാലയുടെ വാലോർക്കുമ്പോഴാണ് ഈ അപ്പച്ചൻ നിൽക്കും, ഇങ്ങനെ നിൽക്കും ഇടിച്ച്. ഇന്നലെ ഇവിടെ എപ്പോഴാണ് വന്നത്? ആ വരവ് തന്നെ കാണണം. 6 മണിക്ക് 6:30 വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം എന്നും പറഞ്ഞാൽ വരുന്നേ. ഏതാഹാരത്തോടാ താല്പര്യം? ഭൗതികാഹാരത്തോടാ. 70 വർഷം വരെ ജീവിച്ചാൽ 80-100 ചാക്കാരിയുടെ ഭക്ഷണം കഴിക്കുമെന്നാ പറയുന്നേ. ആ ആഹാരമൊക്കെ എവിടെ പോയി? മറപ്പുരയിൽ പോയി. ജേഴ്സി കൂടെ തപ്പിയെ കിട്ടുമോ? ഇല്ല, മണ്ണിൽ പോയി. എന്താ കാര്യം? മണ്ണിൽ നിന്ന് എടുത്തത് മണ്ണിലേക്ക് തിരികെ ചേരും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഈ ആത്മീക ആഹാരം മണ്ണിൽ ചേരുന്നതല്ല, അത് വിണ്ണിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്. അതിനോടൊരു താല്പര്യം വേണം കേട്ടോ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, ശീലിച്ചു നോക്ക്. പുതിയ വർഷമായില്ലേ, ഇന്ന് മുതൽ കർത്താവ് ഒറ്റ യോഗത്തിനും പ്രാർത്ഥിച്ച് തുടങ്ങിയ ശേഷം ഞാൻ ചെല്ലത്തില്ല, 5 മിനിറ്റ് മുമ്പേ വരും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുന്നു. പാൽസോ നിങ്ങളുടെ കൺവെൻഷന്, ഞങ്ങളുടെ കൺവെൻഷൻ ഞാനൊക്കെ സഭായുദ്ധം നടത്തുമ്പം ഞങ്ങളുടെ മാസയോഗത്തിൽ പോലും, ഞങ്ങളുടെ മാസയോഗം എന്ന് പറഞ്ഞാൽ എപ്പോഴെന്നറിയാമോ? കൃത്യം 8 മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ സഹോദരിമാർ ജോയാലിക്കാസ് പിള്ളേ നിൽക്കുന്ന സാരി കൊടുത്ത് നാരങ്ങ വെള്ളമായിട്ട് വെൽക്കം ഡ്രിങ്കുമായിട്ട് അവിടെ നിൽക്കും. ഒറ്റയാൾ പണിയില്ല. കാരണം ഞങ്ങൾ അന്ന് 12 മണിയിൽ പണി തുടങ്ങും. വെളുപ്പിന് 4 മണിയാവുമ്പോഴേക്ക് എല്ലാ പണിയും തരും. ഇറച്ചിപ്പിനെല്ലാം വെച്ച് കഴിഞ്ഞ് ഒരച്ചായനെ അവിടെ ആക്കും. കാരണം പുള്ളിക്ക് സഭായത്തിന് വലിയ താല്പര്യമില്ല, ഒരു പിന്മാറ്റക്കാരനൊക്കെ ഉണ്ടാവില്ല, പുള്ളിനെ അത് നോക്കാൻ വേണ്ടി നിർത്തും, നിൽക്കും. ഞങ്ങളുടെ മറ്റേത് സഭക്കാർ വരുമ്പോഴും പ്രൊഫഷൻ ഇന്നെന്താ കറി, അങ്ങോട്ട് കൊണ്ട് അതൊക്കെ ചാരം മൂടി വെച്ചേക്കുക, പണിയൊന്നുമില്ല. ഞങ്ങളുടെ സഭയുടെ പേര് വിളിക്കുമ്പം മൊത്തം എഴുന്നേക്കും. വേറെ ഏത് സഭ ചെല്ലുമ്പോഴും ഇന്ന സഭ അവർ ആൾക്കാരൊക്കെ എന്ത്, അവർ അടുക്കള പണിയില്ല. ഒരു ദിവസം കഷ്ടപ്പെട്ടാൽ പോരെ? യേശു എപ്പോൾ വരും യോഗത്തിന്? പറ. 2 3 നിങ്ങൾ മിണ്ടുന്നില്ലേ? പുഴുങ്ങിയ പുട്ട് കുറ്റിക്കകത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നു. 2 3 പേര്. അന്നേരം യേശു വന്നില്ലേ? നിങ്ങളാണോ VIP? യേശു ആണോ VIP? സത്യം പറ. നിങ്ങളെ ഒരാൾ കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങളല്ലേ VIP? അല്ലേ? യേശു ഇവിടെ എപ്പോൾ വന്നു? ഞാനിത് നേരെ പറയുകയാണ്. ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളാ, മേലാലെന്നെ വിളിക്കണ്ട. പക്ഷെ കാര്യം പറയുന്നേ. യേശു എപ്പോൾ വന്നു? യോഗത്തിന് തുടങ്ങും 6 മണിക്ക് വരും. അപ്പോൾ യേശു ആരെ കാത്തു നിൽക്കുക? നിങ്ങളെ കാത്തു നിൽക്കുക. അപ്പോൾ ആരാ VIP? നമ്മൾ ആരാ RIP? യേശു. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കർത്താവേ, നമ്മൾ കാന്തനെ കാണുവാൻ ആർത്തിവാ എന്നിട്ട് എന്താ എപ്പോഴാണ് വരുന്നത്? അത് യേശു പാടണം. വിശ്വാസിയെ കാണുവാൻ ആർത്തിവാളരുന്ന്, അത് യേശു പാടണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒന്ന് ചെയ്ത് നോക്ക്. പുതുവർഷമൊക്കെ ആയില്ലേ?
ഇന്ന് 6 മണിക്ക് ഈ സഭയിലുള്ള മുഴുവൻ ആൾ 5:30 ആകുമ്പോഴേക്കും എത്തണമെന്നേ. നമ്മൾ കഷ്ടപ്പെടുന്ന യോഗമല്ലേ. പ്രസംഗം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും എന്നിട്ട് ആ വാതൊക്കെ നിൽക്കണമെന്നേ. ഒക്കെ നിൽക്കണം. ആര് വരുമ്പോൾ പ്രൈസോടൊക്കെ പറഞ്ഞ് വേറെ ആൾക്കാരൊക്കെ വരും, അവരെ കൊണ്ടുവന്ന് ഇരുത്തണമെന്നേ. മുമ്പിൽ കുറേ കസേര എങ്ങനെയാണ് കിടക്കുക. ഞങ്ങൾ എൻ്റെ കസേര ആ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ കുറേ കസേര. അപ്പോൾ ആൾക്കൊരു യോഗത്തിന് ആളില്ലായിരുന്നു. എന്നാ മുമ്പിൽ കുറേ കസേരകളൊക്കെ അതാ കാര്യം. ബോധമുണ്ടോ നമുക്ക്? സൗകര്യം നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുക. അവിടെ നിന്നിട്ട് എൻ്റെ ആ വരുന്നവരെ പിടിച്ചുകൊണ്ട് പ്രൈസലോൺ. അല്ല വേറെ ഐപ്പിച്ചിക്കാർ വരും, പ്രൈസലോൺ പാസ്റ്റില്ലേ കൊണ്ടുവന്നിരുത്തുക. അപ്പോൾ അവർ എന്നെ ആദിത്യ മര്യാദ അവർക്ക്. നമ്മളിങ്ങനെ ദേഹോല് നിൽക്കുക. എൻ്റെ വേലും വരുമേ ഇവനും വന്നോ ഇല്ലേ. ഇങ്ങനെയാണോ ആളുകളെ സ്വീകരിക്കുന്നത്? ഒന്ന് ശീലിച്ച് നോക്കുക. ഇതങ്ങ് ശീലിക്കുക. ആത്മീയ ആഹാരത്തോട് താല്പര്യം വേണം. ഒരു സ്വത്രം പറഞ്ഞ് അവസാനത്തെ ഭാഗം 2 മിനിറ്റേ ഉള്ളൂ. ഇന്നത്തേക്കുള്ളത് അതേ പ്രാർത്ഥിക്കാവൂ. ഇന്ന് തരണം. ഇപ്പം നാളെയുള്ളതോ നാളെ തരും. നാളെ പ്രാർത്ഥിക്കണം. നാളെ കഴിഞ്ഞോ നാളെ പ്രാർത്ഥിക്കണം. അടുത്ത മാസം പ്രാർത്ഥിക്കണം. നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരുടെ എല്ലാം തരാൻ ദൈവത്തിൻ്റെ കയ്യിലില്ലേ? ഉണ്ട്. എന്താ തരാത്തത്? തന്നാൽ താങ്ങൂല. അത് തന്നെ കാര്യം. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഈ പാസ്റ്റർ ജനിച്ചപ്പോൾ തന്നെ പാസ്റ്റർക്ക് ഇന്നോവയും ഇല്ല പിന്നെ ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡറും അതൊക്കെ അല്ലേ ആദ്യം കൊടുക്കാൻ പറ്റുള്ളൂ. സ്കൂബിയുടെ ബാഗും. പേര് പറഞ്ഞല്ലേ പാസ്റ്റർ? യേശുദാസ് പാസ്റ്ററിൻ്റെ അടുത്തോട്ട് യേശുദാസ് ജനിച്ചു. അന്നേരം തന്നെ കുറേ ബാഗ്, കുറേ പെൻസില്, കുറേ കല്ല് പെൻസില്, സ്ലേറ്റ് പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒലിവെണ്ണ അതൊക്കെ ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ സ്കൂബിയുടെ ബാഗ് അതൊക്കെ ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചെറിയൊരു വീട് അതും ഇഷ്ടപ്പെട്ടു. പിന്നെ പെറ്റ് ഓട്ടോറിക്ഷയ്ക്ക് സാധനം വരുന്നത് പിന്നെ മിനി പിന്നെ ആടും കോഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പോ ട്രാവലൊക്കെ കൊണ്ടുവരേണ്ടി വരും. അത്രയൊക്കെ തിന്നുമല്ലോ 19 കൊല്ലം വരെ. അങ്ങനെ വന്ന് നിങ്ങൾക്ക് ഈ ഇന്നോവയും വന്നു, 2 നില വീടും വന്നൊക്കെ വന്നു. അവസാനം നമ്മൾ നോക്കുമ്പോൾ ഒരു ശവപ്പെട്ടികളും വരത്തില്ലയോ? അതിനകത്ത് കയറി പോകാനുള്ളതല്ലയോ? അത് യേശുദാസ് പാസ്റ്റർ മേടിച്ച് വെക്കുമോ? നേരത്തെ നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് മേടിച്ച് വെക്കുമോ? അതിനകത്ത് കയറിയിരിക്കാനുള്ളവരല്ലേ ഇരിക്കുന്നൊക്കെ. പിന്നെന്താ മേടിച്ച് വെക്കാത്തേ? നമ്മൾ പറയും അത് ചത്തിട്ട് മതി. അതാ അതിൻ്റെ അർത്ഥം. അത് അന്നേരം മതി. നാളത്തേക്കുള്ളത് നാളെ മതി. ഇന്നത്തേക്കുള്ള ഇന്ന് തരും. അതുകൊണ്ട് അങ്ങനെ ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കണം. ദൈവം നമ്മെ നടത്തും. ഞങ്ങൾക്ക് ഓർഫനേജ് ഉണ്ട്. ചില അമ്മച്ചിമാർ വന്നേച്ചും പിള്ളേരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒരു 10,000 ഉമ്മയും കൊടുത്ത് 2 കിലോ ഏത്തപ്പഴവും പിന്നെ ആ ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റ് ഒരുമിച്ച് ഇത് ചത്തുപോകാൻ വേണ്ടി വരുന്ന. അത് പറയും സമയമായി സൗരിപ്പോ 6 മണിക്ക് ഗേറ്റ് അടയ്ക്കണം. അന്നേരം അമ്മ ഇറങ്ങുമ്പോൾ പുറകെ പിന്നെ ഉമ്മയുടെ ബഹളമാണ്. എന്നാ കാര്യം? 6 മാസം കൂടുമ്പോൾ ഒരു മൊത്തം ഉമ്മയാണ്. എനിക്ക് 2 പെൺപിള്ളേരാ. രാത്രി 10-നും 10:30-ക്കൊക്കെ വിളിക്കും. എവിടെ ഞാൻ പ്രസംഗം ചെയ്ത് കേട്ടിട്ടുണ്ടാവും. ഉമ്മ തരാൻ വിളിക്കുന്ന രാത്രി. അപ്പോൾ ആ വിഷയം ഒന്നുമില്ല ശരി ഞാൻ കിടക്കാൻ വിളിച്ചിട്ട് ഉമ്മ ഉണ്ടോ. അപ്പനുമായിട്ട് ബന്ധമുള്ളവർ ഡെയിലി ഉമ്മ വയ്ക്കും. ഓർഫനേജിൽ കിടക്കുന്ന ഒരു 6 മാസം കൂടെ ഉമ്മ വയ്ക്കും. അതാ. അപ്പോൾ ഞാൻ ഇന്നാളെ എൻ്റെ മൂത്ത കൂടെ എൻ്റെ പൊന്നു പരിസ്ഥിതി നിനക്ക് ഭർത്താവും 2 പിള്ളേരും ആയില്ലേ, ഇനിയിപ്പോൾ അതൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കാം. അപ്പോൾ ആൾ പറയാ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ഇഷ്ടപ്പെട്ടു. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. യേശു കൂടെ ഉണ്ടെങ്കിൽ ജീവിതം സുന്ദരമാണ്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടണ്ട. ഓർഫനേജിൽ കിടക്കുന്ന പിള്ളേരല്ല നമ്മൾ. എല്ലാ ദിവസവും എന്തുകൊണ്ടാണ് ദൈവം നാളത്തെ തരാത്തത്? ഉത്തരം, നീ എല്ലാ ദിവസവും പായിലിറങ്ങിയിരിക്കുന്നതും എല്ലാ ദിവസവും വേദവസം വായിക്കുന്നതും എല്ലാ ദിവസവും അപ്പച്ചാന്ന് വിളിക്കുന്നതും കേൾക്കാൻ യേശുവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ചിന്താകുലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഇങ്ങനെ ആശ്രയം ജീവിക്കുന്നവൻ്റെ പേരാണ് ക്രിസ്ത്യാനി. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലത്ത് അടയ്ക്കാം. എന്താ ഞാൻ പറഞ്ഞത്? എന്തൊക്കെയാ പ്രാർത്ഥിക്കേണ്ടത്? 1 ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാം. 2 ആവശ്യമുള്ളതേ പ്രാർത്ഥിക്കാവൂ. 3 ആഹാരത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. 4 ഇന്നത്തേക്കുള്ളതേ. അപ്പം നാളെയും മറ്റന്നാളുള്ളൊക്കെ യേശു കൂടെ ഉണ്ടെങ്കിൽ ദൈവം തരും.
വിശ്വസിച്ചുകൊണ്ട് സ്വന്തം പറഞ്ഞു. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനിന്നും മണ്ണിൽ. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനിന്നും മണ്ണിൽ. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. ഭാരങ്ങൾ പാരിതിങ്കൽ ഏറിടുന്ന നേരവും രോഗങ്ങൾ ഓരോന്നായി വന്നിടും നേരത്തിലും. ഭാരങ്ങൾ പാരിതിങ്കൽ ഏറിടുന്ന നേരവും രോഗങ്ങൾ ഓരോന്നായി വന്നിടും നേരത്തിലും. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനിന്നും മണ്ണിൽ. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. സ്വർഗീയ അപ്പച്ച, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജയകരമായൊരു ജീവിതം ചെയ്യാൻ കഴിയും. ടെൻഷനില്ലാതെ, തത്രപ്പാടുകളില്ലാതെ, ആശങ്കകളില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യമുള്ളത് പ്രാർത്ഥിക്കാനും ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്നത്തേക്കുള്ളത് പ്രാർത്ഥിക്കാനും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ.